ഓക്കെ, ജയാർസ്യം ഓൾ ഓഫ് യു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സാറിനും അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സിനും, ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരുപാട് നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. സീറൻ മൂർത്തി സാർ, അഖില മാഡം, തന്നെ യൂത്ത് ഐക്കൺ ലീഡേഴ്സ് ആയ സുരാജ് സാർ, എല്ലാ ലീഡേഴ്സിനും ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല. കാരണം വെച്ചാല് അത്രക്കും നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയുള്ള ഓരോ ലീഡേഴ്സും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ടൊരു നന്ദി അറിയിക്കുന്നു എന്റെ പേരില്. എന്തായാലും എല്ലാവരും ടെൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു എന്താ പറയാ, ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കാന്ന് വേണ്ടി നോക്കും. അപ്പൊ ഒരു കുറച്ചും കൂടി പറയുന്ന എനക്കൊരു പോസിറ്റീവ് ഉണ്ടാവില്ല അല്ലെ. കാരണം RCMൽ ചിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് RCM ബിസിനസ്. അത് റിസ്ക് ഇല്ല എന്നുള്ളത് പലപ്പോഴും പലരും പല വേദികളിലും കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഒന്നാമത് പറയാൻ പോകുന്നത്, ഫസ്റ്റ് ടൈം ഒന്നും എല്ലാവരും ഞാൻ എന്റെ ടീമിലേക്ക്, എന്റെ ടീം ഇന്നെന്ന് വെച്ചാൽ RCM ബിസിനസ്സിന് ക്രോസ് ലൈൻ എന്നോ ബി സൈഡ് എന്നോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാവരും വാങ്ങിക്കുന്നതിന്റെ ഓരോ മന്ത്ലി ബോണസ് ആയിട്ടും ഏർലി ബോണസ് ആയിട്ടും നമുക്ക് എല്ലാവർക്കും കമ്പനി വീതിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ ടീമാണെന്നുള്ളത് ആദ്യമായിട്ട് ഓർക്കുക. അപ്പോൾ എന്റെ ടീമിനോട് പറയുന്ന പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നു, പരമാവധി വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ പരമാവധി വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. അത് തന്നെ ആയിരിക്കും നിങ്ങളിലേക്ക് കുറച്ചും കൂടി. കാരണം നാളെ നിങ്ങളെ അറിയുന്ന കുറെ ലീഡേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖം മറ്റുള്ളവരും കൂടി കാണേണ്ടതുണ്ട്. കാരണം ഇത്രയും നല്ല മുഖം ഇതൊക്കെ തന്നിട്ട് പലരും എന്തിനാ വീഡിയോ മറിച്ചിരിക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ പരമാവധി പറ്റുന്ന വീഡിയോകളിൽ, മീറ്റിങ്ങുകളിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. അത് കാരണം എനക്കും കുറച്ചും കൂടി സന്തോഷമായിരിക്കും. ഓക്കെ, ഇപ്പൊ കൂടുതൽ പേര് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോ സാർ ഈ ഒരു ടോപ്പിക് തന്നു, എന്നാ ടോപ്പിക് ഇടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എന്ത് വേണമെങ്കിൽ അന്നേരം സുരാജ് സാർ എന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു സാർ ഇഷ്ടമുള്ള ടോപ്പിക് ഇട്ടോ, നമുക്ക് പിന്നെ ഇന്ന് ഒരു മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് പറയുന്നില്ല, അല്ലാണ്ട് എക്സ്ട്രാ ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് എടുക്കേണ്ടതില്ല. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കുക. അത് തന്നെയാണ് RCM ബിസിനസ്സിലേക്ക് ഫസ്റ്റ് ടൈം വേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്നേരം അതിൻ്റെ അകത്തേക്ക് ഒന്നും കൂട്ടിച്ചേർക്കൊന്നും വേണ്ട, അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ആകാശ്, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പുന്നാട് സ്വദേശിയാണ്. ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. ബട്ട് ഇതിനകത്തുള്ള സാധ്യതകളെ മനസ്സിലാക്കി, മീറ്റിങ്ങുകൾക്ക് പോയിട്ട് സാധ്യതകളെ മനസ്സിലാക്കി അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഫുൾ ടൈം ആയിട്ട് RCM ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഫാമിലി ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അമ്മ ഒരു പ്ലാറ്റിനം ലെവൽ അച്ചീവർ ആണ്, പ്രസീത മാഡം. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്റെ തൊട്ട് അമ്മേന്റെ മാമൻ എന്ന് പറയുന്നത് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. ഏട്ടൻ എന്ന് പറയുന്നത് റോയൽറ്റി അച്ചീവർ ആണ്. അപ്പോ എല്ലാവരും കണക്ഷനിൽ ഫാമിലി ആയിട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഏതൊരു കല്യാണം വിട്ടു പോയാലും മരണം വിട്ടു പോയാലും സംസാരിക്കാൻ RCM മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് വേണം, എല്ലാവരും ഒന്ന് ഏറ്റെടുക്കേണ്ടത് ഫാമിലി ആയിട്ട് ഏറ്റെടുക്കുക, ഒരാളായിട്ട് ഏറ്റെടുക്കാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ റോയൽറ്റി അതിന്റെ ഒരു അച്ചീവ്മെന്റ് സെലിബ്രേഷൻ കോഴിക്കോട് വണ്ടർ വേൾഡിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു യൂത്ത് ഐക്കൺ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാർ അതിന്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. കാരണം വെച്ചാല് അന്നൊക്കെ പോകുന്ന സമയത്തേക്ക് ഒരു യൂത്ത് ഐക്കൺ ആയിട്ട് ഈ ഒരു എന്താ പറയാ, അങ്ങോട്ടേക്ക് ആലപ്പുഴ സൈഡിൽ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അക്ഷയ് സാറിനെ മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് ഉള്ളൂ. കാരണം അക്ഷയ് സാർ ആയിരുന്ന ഒരു യൂത്ത് ഐക്കണിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. കുറച്ച് നമുക്ക് പിന്നെ കുറച്ചും കൂടി അർജുൻ സാറുമായിട്ട് ഇതാകാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഇപ്പോ ഓരോ വേദികളിൽ പോയിട്ടുണ്ടെങ്കിലും ഓരോരോ ചെറുപ്പക്കാരെ കാണാൻ വേണ്ടി പറ്റിയാല് അതിലേറെ സന്തോഷം. കാരണം നെക്സ്റ്റ് ജനറേഷൻ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കല എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് ഒരു തെളിവാണ് എന്താ പറയാ ഈ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ട് പോകുന്നത്. യൂത്ത് ഐക്കണിന്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ട് പോകുന്നത്. പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻ നേടി പല സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സും ആണ് ഇതിലേക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് ടൈം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ടൈം ആകുന്ന സമയത്തേക്കും സാറ് രഞ്ജിത്ത് സാറ് ഓർമ്മിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താ പറയാ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സക്സസ് ആകാം, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താന്നുള്ള ഒരു ടോപ്പിക് അതിനകത്ത് കൊടുത്തിട്ടില്ല. സക്സസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം വേണ്ടത് 100% സാധനം ഉപയോഗിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ RCM ബിസിനസിന്റെ അകത്തേക്ക് സക്സസ് ആയ ഒരു ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ 100% സാധനം ഉപയോഗിച്ചവരും അതുപോലെ തന്നെ കൂടുതലും സെയിലിലേക്ക് ഫോക്കസ് ചെയ്തവരാണ് RCM ബിസിനസ്സിലേക്ക് സക്സസ് ആയവരുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ. അത് നമ്മളെ മൂർത്തി സാർ എന്നും പറയാറുണ്ട്, അല്ലെ സുജിത് സാർ എന്നും പറയാറുണ്ട്, നമ്മൾ ഓരോ സാധനമായിട്ട് വീടുകളിൽ കയറുന്ന സമയത്തേക്ക് പല വീടുകളിലെ ഗേറ്റ് അടച്ചിട്ടുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ സെയിൽസിൽ എന്താ പറയുക, വരുമാനത്തിലുപരി അവിടെ നമുക്ക് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, കണക്ഷൻസ് സ്ഥാപിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ആൾക്കാരെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാ മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് സെയിലിലേക്ക് കൂടി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. സെയിലിലേക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്രോതസ് എന്ന് പറയുന്നത് സെയിൽ തന്നെയാണ്. അതിന് ഒരു കാരണവശാലും മറ്റൊന്നും അതിനെ കവച്ചു വെക്കാൻ ഇന്നില്ല. അത് ടാറ്റ സെല്ലിങ്ങിലായാലും ടീം വർക്കിലായാലും ഒക്കെ ഉപരി സെയിലാണ് നമുക്ക് ലാഭം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് വൺ. അപ്പോ സെയിലിലേക്ക് കൂടി ലാഭത്തിനുപരി അല്ലെങ്കിൽ വരുമാനത്തിനുപരി നമുക്ക് ആൾക്കാരെ പഠിക്കാൻ വേണ്ടി പറ്റും. ഒരാൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റി പറയാൻ വേണ്ടി പറ്റും. അപ്പോ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് RCM ബിസിനസ് ചെയ്യണമെങ്കിൽ കുറച്ച് വാചകടി ഒക്കെ വേണ്ടേ എന്നുള്ളത് പറയാറുണ്ട്.
വാചകടി ആർട്സ് ബിസിനസ് ചെയ്യാൻ. ആർട്സ് ബിസിനസ് ചെയ്യാൻ വാചകടി ഒന്നും വേണ്ട. ആർട്സ് ബിസിനസ് ചെയ്യാൻ അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഞാനൊന്നും ആർട്സിൽ വരേണ്ട ഒരു വ്യക്തിയല്ല. എന്താ പറയാ, എന്നെ അറിയുന്നവർക്ക് അറിയാം. എന്നെ എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന സമയത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരാളോട് സംസാരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ മടിയാ എന്നാ പേടിയാന്നുള്ള അറിയില്ല. ഒരാളോട് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. ബട്ട് എന്താ പറയാ, ഒരു എന്റെ ഡ്രീമിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെയിലിലേക്ക് ഇറങ്ങി. ഒരു ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്തു. അത് പലപ്പോഴും പറഞ്ഞു മതിയാവും, ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എങ്കിൽ കൂടി പുതിയവർക്ക് വേണ്ടിയിട്ട് വരാം, സെയിലിലേക്ക് ഇറങ്ങി ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്തു. നല്ല രീതിയിൽ ലാഭം കിട്ടാൻ തുടങ്ങി. ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് സെയിലിലേക്ക് കുറച്ചും കൂടി അങ്ങ് ഇഷ്ടം തോന്നിയത്. സെയിലിലേക്ക് ഇഷ്ടം തോന്നിയതും അതിലേക്കൂടി എന്റെ ഡ്രീം എന്താ പറയാ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. ഏകദേശം 2 ലക്ഷം രൂപ വരുന്ന ഒരു ബൈക്ക് വെറും ഒരു ഇന്റിമേറ്റ് വാഷ്, പലപ്പോഴും പല ഗ്രൂപ്പിലേക്കും പറഞ്ഞിട്ട് ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്തിട്ട് തന്നെ നേടാൻ വേണ്ടി പറ്റിയെന്നുള്ളത്. അപ്പൊ അതിലേക്കാണ് എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ പഠിച്ചതും ആൾക്കാരെ ബന്ധപ്പെടാൻ വേണ്ടി പറ്റിയത് എന്നുള്ള ഫസ്റ്റത്തെ ഒരു ഇത്. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് പലപ്പോഴും പിന്നെ കാണുന്ന ആൾക്കാരോട് വെച്ചാൽ ആർട്സ് ബിസിനസ് പറയാം. കാണുന്ന ആൾക്കാരോട് പലപ്പോഴും ആർട്സ് ബിസിനസ് പറയാം. അത് ഇന്ന ആളെന്ന് അവർ മാറ്റി നിർത്തപ്പെടേണ്ട ആളില്ല. ചിലപ്പം എന്താ പറയാ, അവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടോ അവരെ പ്രൊഫഷണൽ ജോലി നോക്കിയിട്ടൊന്നും ആർട്സ് ബിസിനസ് ആരോടും പറയണ്ട. കാരണം ആർട്സിൽ എല്ലാവരും ഒരുപോലെ. ആർട്സിൽ എല്ലാവരും ഒരുപോലെ. ഇന്ന് വരുന്ന ഓരോ ബിഗിനേഴ്സ് ആയാലും, അതിപ്പോ എന്താ പറയാ, ലക്ഷങ്ങളിലുള്ള ഒരു വ്യക്തി ആയാലും കോടികളുള്ള ഒരു വ്യക്തി ആയാലും ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയാലും ഇവിടെ ചെയ്യുന്ന ആർട്സ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇവിടെ പ്രാധാന്യം. ഹലോ, ആർട്സ് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രാധാന്യം, ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് ഇവിടെ പ്രാധാന്യം. അല്ലാണ്ട് അവരെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ടൊന്നും ആർട്സ് ബിസിനസ് സെപ്പറേറ്റ് കമ്പനി വരുമാനം കൊടുക്കുന്നില്ല. ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്സിൽ വിജയിക്കാം. ഫസ്റ്റ് വൺ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ സെയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇന്ന് എല്ലാവരും ഉള്ളിലും, ഇപ്പൊ എന്റെ ഉള്ളിലായാൽ തന്നെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഭയങ്കര ഡേഞ്ചർ ആയ ഒരു സാധനമാണ് ഈ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവരും ഉള്ളിൽ, ആരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് ഒരു ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അല്ലെങ്കിൽ പുറത്തേക്ക് ആൾക്കാരോട് പറയാനുള്ള ഒരു മടി. ഈ മടിയാണ് ഈ ഒരു ഈഗോ ആയിട്ട് നമ്മളെ ഉള്ളിലേക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ പലപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് കൂടി ഒരു കൂളിംഗ് ഗ്ലാസ് ഇടാത്ത ഒരാളാണെങ്കിൽ, ഇപ്പൊ പലരും നോക്കുന്നത്, ഒരു കൂളിംഗ് ഗ്ലാസ് ഇടാത്ത ഒരാളാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് കൂടി നടക്കാൻ വേണ്ടി പറ്റുമോ? ഹലോ, നടക്കാൻ വേണ്ടി പറ്റുമോ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ശരിയല്ലേ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും ഒതുക്കി വെക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും സംബന്ധിച്ചിടത്തോളം. പക്ഷെ പുറത്തെ കൺട്രീസ് അങ്ങനെയാണോ? പുറത്തെ കൺട്രീസ് അവർക്കുള്ള ഇഷ്ടങ്ങൾ, അവരുടെ പ്രൊഫഷണൽ ജോലി എന്തായാലും അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ച് ചെയ്യുന്നില്ല. അവര് ലക്ഷറി ടൈപ്പിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, അവരെ ഡ്രീം അത്രക്കും വലിയാണ്, ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ട കടമകളും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നല്ല. ഇവിടുത്തെ ഓരോരുത്തരും ചിന്തിക്കുന്നതാണ് എന്റെ അയൽവാസികൾ എന്ത് വിചാരിക്കുന്നിട്ട് ആർട്സ് ബിസിനസ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് കണ്ട്, അല്ലെങ്കിൽ എന്റെ ഒപ്പം വന്ന ആൾക്കാരെ പലപ്പോഴും കണ്ട്. പക്ഷെങ്കിൽ ഓരോരുത്തരും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതിൽ അതിലേറെ സന്തോഷമുണ്ട്. ആർട്സ് ബിസിനസിനകത്തേക്ക് അവരെ അങ്ങനെ പറഞ്ഞു വന്നവരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റി. അവരവർക്ക് അവരവരെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ആർട്സ് ബിസിനസ്. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും തെളിയിപ്പിക്കുന്ന ഒരു ബിസിനസ് ആണ് ആർട്സ് ബിസിനസ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഗോപകുമാർ സാറ് എന്താ പറയാ കോഴിക്കോട് വെച്ചിട്ട് ഗോപകുമാർ സാറിന്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഇനി വിജയിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ക്ലാസ്സിൽ തന്നെ എന്താ പറയാ, ഒരു സാറ് ക്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് പേരോട് ഇത് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് അങ്ങോട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് ആർട്സ് ബിസിനസ് എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ പറയാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് പല രക്ഷിതാക്കളും ഇതിനകത്തേക്ക് ഇരിക്കുന്ന എന്താ പറയുക, പല രക്ഷിതാക്കളും ഇന്ന് ആർട്സ് ബിസിനസ്സിൽ ഒരു മക്കളെ ഇറക്കുന്നില്ല, ശരിയല്ല. പക്ഷെ ഇങ്ങനെ നല്ല സീരിയസ് ആയിട്ട് അവർക്ക് അറിയാം ആർട്സ് ബിസിനസ് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടെന്നില്ല. പലരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനാ പറയുന്നത്, ശരിയല്ലേ? പലരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനാ പലരെയും അങ്ങോട്ടേക്ക് വിടുന്നത്. അതേ സമയത്ത് എനിക്ക് ഇന്നലെ ഈ സാറിന്റെ വാക്കുകളിൽ കുറെ കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടി പറ്റി. കാരണം അദ്ദേഹം എന്താ പറയാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ കാലം വർക്ക് ചെയ്തു. അതിനകത്തേക്ക് പലപ്പോഴും പല ഇൻവോൾവ് പല ഓരോ അന്വേഷണങ്ങളായിട്ട് പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഫിനാൻഷ്യൽ ഇടപാടാണല്ലോ. അപ്പോ സാർ ഇന്നലെ തന്നെ പറഞ്ഞു, ഞാൻ ഈ ഒരു ജോലിന്റെ അകത്തേക്ക് എനിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത് ബിസിനസ്സുകാരുടെ കയ്യിലെ പൈസയുള്ളൂ, ബിസിനസ്സുകാരുടെ കയ്യിലെ ക്യാഷ് ഉള്ളൂ. അതുകൊണ്ട് എന്റെ മക്കൾ ഇനി മുതൽ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് ഞാൻ വിടുന്നില്ല എന്നുള്ളതിനെ പറ്റി സാർ ഇന്നലെ സാറിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇന്നലെ കോഴിക്കോട് ഈ പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഇന്ന് വിജയിച്ചവരെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയവരെ ചരിത്രത്തിന്റെ അകത്തേക്ക് ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഗവൺമെന്റ് ജോലിക്കാരും അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, പലപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നില്ല, പലപ്പോഴും പല രക്ഷിതാക്കളും പറയുന്നത് എന്റെ മക്കളെ അല്ലെ എന്റെ മകളെ എന്റെ ഒരു ഗവൺമെന്റ് ജോലിക്കാരന് മാത്രമേ കല്യാണം കഴിച്ചയപ്പിക്കും. കാരണം വെച്ചാല് അവരറിയുന്നില്ല സത്യാവസ്ഥ. അവർക്ക് എന്നാ പിന്നെ കിട്ടുക റിട്ടയർമെന്റിന് ശേഷമുള്ള പെൻഷനും കാത്തിട്ടാണ്, ചെറിയൊരു പെൻഷനും കാത്തിട്ടാണ്
അവരെന്താ പറയുക അവരെ മക്കളെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അതേസമയം നിങ്ങൾ നോക്കുക ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പല കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ പലരും ബിസിനസ്സിലേക്ക് ബിസിനസ് അറിയുന്നവർക്കറിയാം അവരെ മക്കളെയും ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്. കാരണം അങ്ങനെയുള്ളവര് ലക്ഷറി കാറും അതുപോലെ തന്നെ ലക്ഷറി വീടും ഒക്കെ ആയിട്ട് ഫുള്ള് സെറ്റിൽ ആയിട്ട് നോക്കുമ്പോൾ അവർ ചെറിയ ഇതിന്റെ അകത്തേക്ക് ഒതുങ്ങിക്കൂടുന്നവരാ പലരും. എല്ലാവരും അല്ല പറയുന്നത്, പല എന്താ പറയുക ജോലിക്കാരും ഒതുങ്ങിക്കൂടുന്നത്. ആ കൂലിപ്പണി എടുത്തിട്ട് വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല, മറ്റൊരു ഗവൺമെന്റ് ജോലി എടുത്തിട്ട് പലർക്കും വിജയിക്കാൻ വേണ്ടി പറ്റില്ല. ബിസിനസ്സുകാരെ നിങ്ങൾ നോക്കിക്കോ, ബിസിനസ്സുകാരെ വീടും ഇതൊക്കെ കാരണമൊക്കെ നോക്കുമ്പോൾ ഫുള്ള് സെറ്റിൽ ആയിട്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ട്? പിന്നെ എന്തിനാ നിങ്ങൾ അവരെ ലൈഫിന് അല്ലെ അവർക്ക് ഉണ്ടാകുന്ന ഫ്രീഡത്തിനാ, ഇതിന്റെ അത് ഫ്രീഡം ആണ് ഒന്നാമത്. ഫ്രീഡത്തിന് എന്തിനാ നിങ്ങൾ അവരെ ഒതുക്കി അന്നേരം അടിച്ചമർത്തുന്നത് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും. ഹലോ, അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ആർട്സ് ആൻഡ് ബിസിനസ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഓരോ രക്ഷിതാക്കളും അവരെ മക്കളെ ധൈര്യമായിട്ട് ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് അന്നേരം അതിന്റെ അകത്തേക്ക് ഇതാക്കിക്കോ. കൃത്യമായിട്ട് അവരെ ലൈഫ് സെറ്റിൽ ആണെന്നുണ്ടെങ്കിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർട്സ് ആൻഡ് ബിസിനസ്സിൽ വിശ്വസിച്ച് ചെയ്യുന്ന ഓരോ രക്ഷിതാക്കൾക്കും അഭിമാനത്തോടു കൂടി കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റും, എന്റെ മകൻ എമറാൾഡ് ആണ്, എന്റെ മകള് എന്താ പറയാ ഈ ഇന്ന പേൾ അച്ചീവർ ആണ്, ടെക്നിക്കൽ അച്ചീവർ ആണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. അവരുടെ ലൈഫിലേക്ക് നല്ല രീതിയിലൊരു വരുമാനം ആർട്സ് ബിസിനസ് കൊടുക്കും എന്നുള്ള ഒരു സംശയം. അപ്പോൾ കാരണങ്ങളോട് എല്ലാം ആർട്സ് ബിസിനസ് പറയാന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം പറയുന്നത്, കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയ സമയത്തേക്ക് ജസ്റ്റ് ഒരു ബേക്കറി പോയി അവിടെ ഒരു ജസ്റ്റ് ഒരു സ്വീറ്റ്സ് വാങ്ങിക്കുന്ന സമയത്തേക്ക് അടുത്ത ഞാൻ ജസ്റ്റ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. അപ്പൊ അവിടെ കടക്കാരൻ ചോദിച്ചു ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് അങ്ങ് ഊരിയെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ എന്നെ അറിയുന്ന ആരെങ്കിലും വ്യക്തിയായിരിക്കും. ഞാൻ പറഞ്ഞ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അല്ല ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഊരുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ ഇപ്പോൾ ഓൾറെഡി വളർത്തിയിട്ടുള്ളത്, ഹെയർ വളർത്തിയിട്ട് ഇത്രത്തോളം ഉള്ള സമയത്തേക്ക് ഹെൽമെറ്റ് ഊരാൻ വേണ്ടി പറഞ്ഞു. ഹെൽമെറ്റ് ഊരി നിങ്ങൾ ഏതാ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏതാ ഹെയർ ഓയിൽ, നിരവധി റിസൾട്ടിന് മുന്നേ എങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ ഏതാ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും ഞാൻ ആർസിഎമ്മിന്റെ മുരിങ്ങ ഹെയർ ഓയിലും അതുപോലെ തന്നെ റെവിറ്റലൈസർ ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നതല്ല. അത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു. അത് എവിടെ നിന്ന് കിട്ടും, അല്ല അത് ആർസിഎമ്മിന്റെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ആർസിഎമ്മിനെ കുറിച്ചിട്ട് നല്ലതാന്നുള്ളത് പറ്റി കേട്ടിട്ടുണ്ട്, അപ്പോ അത് എവിടുന്ന കിട്ടാൻ. അപ്പൊ പറഞ്ഞു സാറിന് ആവശ്യമുണ്ട്, ഞാൻ സാറിന്റെ ഒരു കാരണം ഞാൻ ഒരു കസ്റ്റമേഴ്സിന്റെ നമ്പർ ഞാൻ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാറില്ല, ഞാൻ അവരെ ആവശ്യക്കാരാക്കി മാറ്റിയിട്ട് ഞാൻ അവരെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാനാ പറയില്ല. ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങള് ആർട്സ് ബിസിനസ് പറയുന്നുണ്ടെങ്കിൽ ആർസിഎമ്മിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചിന്താഗതി എന്ന് വെച്ചാല് നമുക്ക് എന്തോ ആവശ്യമുള്ള രീതിയിലൊക്കെ, കാരണം നമുക്ക് അവരെ കൊണ്ട് എന്തൊക്കെയോ കിട്ടിപ്പോന്നുള്ള ഒരു തെറ്റായ ധാരണ അവരുടെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ അവർക്ക് അവസരം കൊടുക്കാനാ പോകുന്നത്. ഈ ഒരു മെന്റാലിറ്റിയിൽ ഇന്ന് പലരും ആർട്സ് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടേ വിജയിച്ചു പോകുമായിരുന്നു. നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടാ വരുന്നത്, നമ്മൾ അവരുടെ കയ്യിലേക്ക് നിധി കൊടുത്തിട്ടാ വരുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം ആർട്സ് ബിസിനസ്സിലേക്ക് ഓരോരുത്തർക്കും ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കും. നമ്മൾ സാറിന് ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ ഫോണിൽ ജസ്റ്റ് നമുക്ക് ഒരു വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ആ ഹെയർ ഓയിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇത് കാര്യങ്ങൾ അയച്ചു തരാന്ന് പറഞ്ഞു. ഇന്നും കൂടി ഇപ്പം എന്താ പറയുക ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുന്നായിട്ട് പറഞ്ഞു, സാറേ ഞാൻ എന്റെ ഡിസ്പ്ലേ വാൾ നമ്പർ കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. മറ്റേതോ ഷോപ്പിൽ നിന്ന് പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത് സാറാണ് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതിനെ പറ്റി ഇപ്പം വിളിച്ചിട്ടുണ്ട്, ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത്രയാണല്ലോ ആർട്സ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തും ബിസിനസ് ആക്കി മാറ്റാം, ബട്ട് ഞാൻ അവിടെ തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നാടെ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ റെവിലൈസർ ഹെയർ ഓയിലും അതുപോലെ തന്നെ മുരിങ്ങ ഹെയർ ഓയിലും ഭയങ്കര ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര മാറ്റമാണ് ഒരു ഹെയറിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. റെവിലൈസർ ഓയിൽ നല്ല രീതിയിൽ ഇതാക്കാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ കീസോളിന്റെ സമയത്തേക്ക് മുരിങ്ങ ഹെയർ ഓയിൽ നല്ല രീതിയിൽ സെയിലാക്കാൻ വേണ്ടി പറ്റിയത് തീർച്ചയായിട്ടും എന്റെ മാറ്റങ്ങളും എന്റെ ശരീരം വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ എനിക്കുള്ള റിസൾട്ട് വെച്ചിട്ട് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്രീം ഐറ്റംസ് ആയാലും കുറച്ച് മുന്നേയുള്ള ഫേസും ഇതും എനിക്ക് കൃത്യമായിട്ട് കമ്പാരിറ്റീവ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഫോണിൽ ഒരു ഫോട്ടോ ആദ്യം ഉണ്ടായിരുന്നു, എനക്ക് പോലും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പല ഫോട്ടോസും എന്റെ ഫേസിലേക്ക് വരുന്ന പിമ്പിൾസിന്റെ ഒക്കെ ഫോട്ടോസ് എങ്ങനെയോ ഗാലറിയിലേക്ക് വന്നു, അത് ഇപ്പൊ ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, നമുക്ക് ആരോടും ഒന്നും പറയാൻ പഠിക്കേണ്ട, ധൈര്യമായിട്ട് ആർട്സ് ബിസിനസ് പറഞ്ഞു. ആർട്സ് ബിസിനസ് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരാൾ ആർട്സ് ബിസിനസ് അവിടെ എത്തിക്കും. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആർട്സ് ബിസിനസ് മറ്റൊരാൾ വഴി അവിടെ അറിയും. അത് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും, നല്ലൊരു ബിസിനസ്സിലേക്ക് അവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും പറ്റും. പിന്നെ ആർട്സ് ബിസിനസ് പലരോടും പറയുന്ന സമയത്ത് പറയാറുണ്ട് ആർട്സ് ബിസിനസിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ, ആർട്സ് ബിസിനസിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ, പഠിച്ചിട്ട് ആർട്സ് ബിസിനസ് ചെയ്യാന്ന് പറയുന്ന വളരെ ആൾക്കാരുണ്ട്. ആർട്സ് ബിസിനസ് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവര് ഞാൻ പറയും അവരൊരു കാരണവശാലും ആർട്സ് ബിസിനസ് ചെയ്യൂല. കാരണം ആർട്സ് ബിസിനസ് എന്ന് പറയുന്നത് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആർട്സ് ബിസിനസ് പഠിച്ചെടുക്കുന്നതാണ്. ഞാൻ പറയും ഇന്ന് ഒറ്റയടിക്ക് ചിലവർ നല്ല വോളിയം വരുന്ന കണ്ടിട്ട് ഒറ്റയടിക്ക് എന്താ പറയാ വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയാം അതിനേക്കാൾ കൂടുതൽ ബിഗിനർ സ്റ്റേജിൽ നിന്ന് വന്ന ഓരോ വ്യക്തികൾക്കും ആർട്സ് ആൻഡ് ബിസിനസിന്റെ ഓരോ ഡെപ്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ചറിയാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന തരത്തിലായിരിക്കും ഓരോ അച്ചീവേഴ്സ് മാറും. കാരണം ബിഗിനർ സ്റ്റേജിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും അവർക്ക് അനുഭവം ഉണ്ടാവും പറയാം. കാരണം അവര് വന്ന വഴികൾ പറയാനുണ്ട്. അതാണ് ഇന്ന് എന്താ പറയാ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഓരോന്നും പറഞ്ഞു വെക്കുന്നത്, ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോ ഒന്നും തെറ്റ് ചെയ്ത് ആർട്സ് ബിസിനസ്സിൽ ഒന്നും തെറ്റ് ചെയ്തില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ചെയ്തതിൽ കുറെ ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ബട്ട്
ഇന്നിനി എന്റെ ടീമിലേക്ക് എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനും ചെയ്തതായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഫോൾട്ട് അതിലേക്ക് കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അവരേക്കുള്ള തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാൻ വേണ്ടി പറ്റും. ചിലരോട് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നേ പാടി ചിലർക്ക് മറ്റുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക ബി സൈഡ് തുടങ്ങട്ടെ, അല്ലെങ്കിൽ എന്റെ ഇപ്പോഴത്തെ ആൾക്കാരെ ചേർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് പോകും. പക്ഷെ അപ്പുറത്ത് ബി സൈഡ് എന്നുള്ളതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്നാ ബിസിനസ് എന്നുള്ളതിനെ പറ്റിയോ ഒന്നും അറിയാണ്ടാണ് ബി സൈഡിലേക്ക് പോയാൻ വേണ്ടി നോക്കുക. ബട്ട് എനിക്കറിയാം എന്റെ വഴി എത്രത്തോളം എഫേർട്ട് എടുത്തവരായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ഒരു ബി സൈഡ് തുടങ്ങിയാൽ. എനിക്ക് പവർ സൈഡ് വരുന്ന ബി സൈഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ബി സൈഡ് തുടങ്ങാനായില്ല, കൃത്യമായിട്ട് നിങ്ങളെ ഡെപ്തിലേക്ക് നല്ല രീതിയിൽ വോളിയം വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ലീഡേഴ്സ് കൃത്യമായിട്ട് ലീഡേഴ്സ് അതിനുള്ള നിർദ്ദേശങ്ങൾ തരും. അതിനനുസരിച്ചിട്ട് ചെയ്തു തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്ന് പറയും. ചിലപ്പോ അവര് അംഗീകരിക്കണം എന്നില്ല, കാരണം അവരെ എടുത്തുചാട്ടങ്ങൾ. പക്ഷെ എടുത്തു ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ അനുഭവത്തിലേക്ക് കൂടെ അവർക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ചില തെറ്റുകൾ പലർക്കുള്ള അനുഭവങ്ങളായിട്ട് മാറും. അത് പിന്നീട് തെറ്റുകൾ തിരുത്താനുള്ളത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ അതൊന്നും ചെയ്യാൻ വേണ്ടി ആർസി ബിസിനസ് പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല, ചെയ്ത് പഠിക്കേണ്ടതാണ്. ഒപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒപ്പം വരുന്ന നമ്മളെ മെമ്പേഴ്സിന്റെ തെറ്റുകളെ തിരുത്താനും കൂടി അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ നേരത്തെ പറഞ്ഞു 100% സാധനം ഉപയോഗിക്കുക എന്നുള്ളത്. പലരും ആർസി ബിസിനസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ ആർസി ബിസിനസ്സിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 100% സാധനം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർ. നിങ്ങൾ നോക്കുക, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആർസി ബിസിനസ്സിൽ നിലനിൽപ്പുള്ളൂ. അല്ലാത്തവർക്ക് ആർസി എല്ലാം പുറത്താക്കി കളയും. കാരണം ഇത് സത്യമുള്ള ബിസിനസ്. നിങ്ങൾ നോക്കുക, ഇതൊരു ബിസിനസിന്റെ അല്ലെങ്കിൽ എന്റെ ഒരു ബിസിനസ് വളർത്താനോ അല്ലെങ്കിൽ എന്റെ ഒരു എന്താ പറയാ സംസാരം കൂട്ടാനോ ഒന്നും പറയുന്നില്ല. ആർട്സ് ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സത്യമുള്ള ബിസിനസ്സാണ്. അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് മാത്രമേ ആർട്സ് ആൻഡ് ബിസിനസ് എത്തൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ രഞ്ജിത്ത് സാർ ഇപ്പൊ എന്നെ ഇതിന്റെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രഞ്ജിത്ത് സാറിന്റെ ഫാദർ ഇപ്പൊ എമറാൾഡ് അച്ചീവർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത എഫേർട്ട് എത്രമാത്രം ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ ഞാൻ ഓരോ ഇതിന്റെ ഡെപ്തിലുള്ള ഓരോ റിസ്കുകളും എഫേർട്ടുകളും കണ്ടിട്ട് വന്ന ഒരു വ്യക്തി. അപ്പൊ സാറെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവുന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. അവരെ സംബന്ധിച്ചോളം നമ്മൾ എത്തുന്ന ഇപ്പൊ എത്രയോ എന്താ പറയാ ഏറ്റവും നല്ല സേഫ് സോണിലാണ് ഉള്ളത് നമ്മൾ. കാരണം അത്രമാത്രം പ്രൊഡക്റ്റുകൾ ഉണ്ട്, അത്രമാത്രം ഷോപ്പുകൾ കാണിച്ചു കൊടുക്കാനുണ്ട്, എല്ലാം നമുക്ക് മുന്നിലുണ്ട്. ബട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പലരും മാറി നിൽക്കുന്നത് എന്തിനാന്നറിയില്ല. കാരണം വെച്ചാല് ഇതിനകത്ത് വരാൻ പലരും പറയാറുണ്ട് ആർട്സ് ബിസിനസ് ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് മാത്രമേ ആർട്സ് ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങളെ എക്സ്ട്രാ കഴിവുകളൊന്നും ഇതിനകത്ത് എടുക്കേണ്ട. ആർട്സ് ബിസിനസ് സിസ്റ്റമാറ്റിക് ആർട്സിന്റെ സിസ്റ്റത്തിൽ കയറി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ആർട്സ് ബിസിനസ് സിമ്പിൾ ആണ്. പിന്നെ ഇതിനകത്ത് പല കുറുക്ക് വഴികളും മറ്റുള്ള ബിസിനസ് ചെയ്തിട്ടുള്ള പല കുറുക്ക് വഴികളും കൊണ്ട് ഇതിനകത്തേക്ക് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആർട്സ് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം മറ്റുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം. ഇപ്പൊ അതും കഴിഞ്ഞ ദിവസം മറ്റുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന അന്നേരം പലതും കേൾക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. പല സോഷ്യൽ മീഡിയനകത്തേക്കോ പല മണീഷ്യൻ കമ്പനികളും എടുത്തു പോകുന്നുണ്ടെന്നില്ല. അപ്പൊ നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും, എന്റെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് 1 രൂപ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. നാളെ കമ്പനി പൊട്ടിപ്പോയാലോ മറ്റൊരാൾ മുറ്റത്ത് വന്നിട്ട് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ഒരു ഇത് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും. പൊട്ടൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഞാൻ കമ്പനി കണ്ട ഒരു വ്യക്തിയാണ്. ശേഷം 650 ഏക്കറിലും മുകളിലോട്ടേക്ക് കമ്പനി നടന്നതായിട്ട് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. കാരണം അത്രമാത്രം വലിയൊരു കമ്പനിയിലെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം ആർട്സ് ബിസിനസ് ചെയ്യുന്ന ഓരോ ബിഗിനേഴ്സ് പോലും ഞാൻ പറയും 100% നമ്മളൊന്ന് കമ്പനി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരിക. എങ്കിൽ മാത്രമേ കമ്പനിയോടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എന്റെ കമ്പനിയാണെന്നുള്ള എനിക്ക് മനസ്സ് തട്ടി പറയാൻ വേണ്ടി പറ്റും. പലരും പറയാറുണ്ട് നിങ്ങൾ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എനിക്ക് ഇന്ന് ഇതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആർസിഎം ബിസിനസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയും ഇത് എന്റെ കമ്പനിയാണ്, എന്റെ ബിസിനസ് ആണ്. എനിക്ക് 100% പറയാം ഇത് എന്റെ കമ്പനിയായിട്ട് ഞാൻ കാണുന്നത്. എന്റെ കമ്പനിയെ വളർത്തിയെടുക്കാനും എന്റെ കമ്പനിക്ക് എന്താ പറയുക മോശം തട്ടൂല അല്ലെങ്കിൽ മോശമായിട്ട് കമ്പനി ചെയ്യൂല എന്നുള്ള ഉറപ്പുള്ളതാണ്. ഞാൻ എന്റെ കമ്പനിന്റെ പ്രൊഡക്റ്റ് ആണ്, എന്റെ കമ്പനി 100% എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ എന്റെ കമ്പനി അത്രത്തോളം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും, കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്പനി എന്റെ കമ്പനിയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, മറ്റേത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വന്നോട്ടെ ആർസിഎമ്മിനെ കവച്ചു വെക്കാൻ ഇന്ന് ആർസിഎം മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർക്കുക. ഞാനിപ്പോ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ്. എന്നെ ഇരുത്തിയിട്ട് ഞാനൊന്നും പറയില്ല ഞാൻ ഇന്ന് അച്ചീവർ ആണോ അല്ലെങ്കിൽ ഞാൻ ആർട്സ് ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്നുണ്ടോ എന്നൊന്നും പറയില്ല. ഞാൻ അവരെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി തയ്യാറാവും. അവരെ കാര്യങ്ങളൊക്കെ പറയും. ലാസ്റ്റ് ഇങ്ങനെ എന്റെ ബിസിനസ് അങ്ങനെയാണ്, എന്റെ ബിസിനസ് ഇത്ര ഇയേഴ്സ് ആയി വളർന്നിട്ടായി അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്റ്റ് ഉണ്ട് ഇതുണ്ട് എന്നെല്ലാം ചോദിക്കും. ഞാൻ ലാസ്റ്റ് അവരോട് ചോദിക്കും നിങ്ങളെ കമ്പനി എവിടെയാന്ന് ചോദിക്കും. കമ്പനി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത എന്താ പറയാ പല ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി കാണിച്ചു കൊടുക്കാനില്ല, സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ആയിട്ട് ഡാറ്റ സെല്ലിംഗ് ഹൈ പ്രൈസ് ആയിട്ട് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയും ഞാൻ ഇന്ന് ടീം വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പല ഭാഗത്തും പറയല് എന്റെ ഭാഗത്ത് ഇന്ന ഒരു കമ്പനീന്റെ വളർച്ച എന്റെ കമ്പനി സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവിടെയാണല്ലോ നമുക്ക് അവസരം.
അവിടെയാണല്ലോ നമുക്ക് അവസരം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ അവരെ മുന്നിൽ നമുക്ക് അവരെ പ്രൈസിന്റെ കമ്പാരിസൺ വെച്ചിട്ടും എന്താ പറയാ നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ചിട്ടും കമ്പനി കാണിച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഏത് ബിസിനസ് വന്നോട്ടെ ഈ ഒരു ഇത്രയും എന്താ പറയുക സീനിയോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി 1977 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാന്ന് പറഞ്ഞു. ഇനി ഒരു കമ്പനി ഇതേ രീതിയിൽ എത്തണമെങ്കിൽ മിനിമം 10-40 വർഷം അല്ലെങ്കിൽ ടാറ്റ സെല്ലിംഗ് ആണെങ്കിൽ ഒരു 10-24 വർഷത്തിന്റെ എക്സ്പീരിയൻസ് വേണം ഈ ഒരു കമ്പനിയിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ 20 വർഷം ആകുമ്പോൾ നമ്മുടെ കമ്പനി വീണ്ടും 20 വർഷം അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കാം. കമ്പനിയുടെ വലിപ്പാണ് പറയുന്നത്, കമ്പനിയുടെ വലിപ്പം. അപ്പോ ആർട്സ് ബിസിനസ്സിലേക്ക് ആരും മാറി നിൽക്കണ്ട. ഇപ്പൊ ഫാമിലിയിലേക്ക് ഇപ്പം ചിലപ്പോ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ വൈഫ് ചെയ്യുന്നുണ്ടാവും. വൈഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം വീട്ടിൽ നിന്ന് കുറെ റിസ്ക് ഉണ്ടാവും. കാരണം ഹസ്ബൻഡിന്റെ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്നാൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഫാമിലിയിലേക്ക് സംഭവിച്ചത്. കാരണം അമ്മ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന സമയത്തേക്ക് അച്ഛൻ 100% സപ്പോർട്ട് ഒന്നും അല്ലായിരുന്നു. കാരണം വരുന്ന സമയത്തേക്ക് വഴക്ക് വേറെ കേൾക്കുന്നുണ്ടാവും. അത് ആകെ ഒരു എന്താ പറയാ ഒരു ആദ്യം ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ബസ്സിനൊക്കെ പോയി വരുന്ന സമയത്ത് ലേറ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്തേക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഫാമിലി സപ്പോർട്ടോട് കൂടിയിട്ട് അച്ഛനും അമ്മയും എല്ലാം കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്നു തന്നെ പറയാം. കാരണം അതൊരു ചെറിയൊരു സ്കൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി. ചവിട്ടിയ സ്റ്റാർട്ട് ആവില്ല, അല്ലെങ്കിൽ സെൽഫ് അടിച്ച സ്റ്റാർട്ട് ആവില്ല. അതൊക്കെ വയറൊക്കെ ടച്ച് ആക്കിയിട്ടൊക്കെ പോയ കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു ആർട്സ് ബിസിനസ് വരുന്നതിന് മുൻപ്. അപ്പൊ ഇതൊക്കെ എടുത്തിട്ടാണ് ആർട്സ് ബിസിനസ് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും, ഇന്ന് എന്റെ വീടിന്റെ മുന്നിൽ അത്യാവശ്യം 4ഓളം വണ്ടികൾ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടിനോട് കുറച്ചും കൂടി ക്രേസ് ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ ആർട്സ് ബിസിനസ്സിൽ കൂടി മാത്രം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയത്. അതൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി എടുത്തു. അത് ഓടുന്നില്ല എന്ന് കണ്ടപ്പോ അതൊന്നും സെയിലൊന്നും ആക്കിയില്ല. അത് ഇവിടെ തന്നെ വെച്ച് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് അതൊക്കെ അവിടെ വെച്ചു. പുതിയൊരു അപ്പോഴും ഈ സ്കൂട്ടിയിൽ നേരെ കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അത് എപ്പോഴാണെന്നും കൂടി ഓർക്കണം, കൊറോണയുടെ സമയത്ത്. കൊറോണയുടെ സമയത്ത് പലരും കാറുകളും വീട്ടിലുള്ള വണ്ടികളും വിറ്റിട്ട് അല്ല പല ജോലികളും നശിച്ചു എന്താ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ആ ഒരു വീട്ടിലേക്ക് എനിക്കൊരു കാറ് എടുക്കാൻ വേണ്ടി പറ്റി. അത് എന്റെ സ്വന്തം പേരിലാണ് കേട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള. സ്വന്തം പേരിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ സമയത്തേക്ക് കാറ് പോലെ 2 ദിവസത്തേക്കെല്ലാം പോകുന്നതുകൊണ്ട് ഞാൻ അമ്മയും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ട് 2 സൈഡിലേക്കും പോകുന്നതുകൊണ്ട് നമുക്ക് സ്കൂട്ടിയും കൂടി വേണമെന്ന് പറഞ്ഞു. പുതിയ സ്കൂട്ടിയും കൂടി ബുക്ക് ചെയ്തു. ഒരു ആക്റ്റീവന്റെ സ്കൂട്ടിയും കൂടി ആയിട്ട് എടുത്തു. വീണ്ടും കുറച്ചും കൂടി പോയി. പിന്നെ കുറച്ചും കൂടി വണ്ടിയോട് വീണ്ടും ക്രേസ് തോന്നി. സ്പോർട്സ് ബൈക്കിനോടെല്ലാം കുറച്ചും കൂടി താല്പര്യമായിരുന്നു. അതിനുശേഷമാണ് ഈ സെയിൽ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ സെയിൽ ചെയ്തിട്ട് 2 ലക്ഷം ഓൺ റോഡ് പ്രൈസ് ഉള്ള ഒരു യമഹേന്റെ R15 V3 കൂടി വീട്ടിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ചിലവർക്ക് അസൂയുണ്ട്. കാരണം വെച്ചാല് ഇതൊക്കെ ചെയ്തിട്ട് ആർട്സ് ബിസിനസ് ഒക്കെ ചെയ്ത് ഇതൊക്കെ കിട്ടും. അവർക്ക് പറയാനും പടി ഇപ്പൊ എന്താ പറയാ കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, മതിർത്തിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആയി ഇന്ന് നാട്ടുകാരെന്ന് പറഞ്ഞു. പലരും പോകുന്ന സമയത്തേക്ക് ജനലിന്റെ ഉള്ളിലേക്ക് കൂടി ഒക്കെ നോക്കിയിട്ട് നിന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിനക്ക് ധൈര്യത്തോടെ എനിക്ക് അഭിമാനത്തോടെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റും. പലരും ചോദിച്ചിട്ടുണ്ട്, നിന്റെ അമ്മേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മകനെയൊക്കെ ഇതിന്റെ അകത്തൊന്ന് ചേർക്കുന്നത്, അവനൊക്കെ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി പറഞ്ഞുകൂടെ എന്ന്. എന്തിന് ഗവൺമെന്റ് ജോലി എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് അതിന്റെ അത് കൃത്യമായിട്ട് ഒരു വീഡിയോ അടക്കം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് മാറ്റേണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 5,800 രൂപ. 5,800 രൂപ. ഒരു തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്, ലേഡീസിന് കിട്ടുന്നത് ഒരു ദിവസം 10, 300, 390 റുപ്യൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കൂ, അവരാക്കട്ടം വരുമാനം ഇന്ന് സാധാരണ പണിയെടുത്ത ആൾക്കാർക്കുണ്ട്. അപ്പൊ വെറുതെ നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പറഞ്ഞതിനെ കൊണ്ട് വാചകടിച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇനി വേണ്ട ജീവിതത്തിന്റെ അകത്തേക്ക് ചെലവുകൾ വർദ്ധിച്ചു കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിന്റെ അകത്ത് കിട്ടേണ്ടത് വരുമാനം. ബട്ട് അത് ഏതിലേ കൂടി കിട്ടും, ഏതിലെ കൂടി അല്ലെ ഏതൊരു നല്ല ബിസിനസ് തിരഞ്ഞെടുത്താൽ കിട്ടും എന്നുള്ളതും കൂടി അതും ചൂസ് ചെയ്യാം. അതിന് നല്ലൊരു ഓപ്ഷനാണ് ആർട്സ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ പോലത്തെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്റെ അമ്മക്ക് മറ്റുള്ള കുട്ടികളോടും പറയാൻ വേണ്ടി പറ്റും, എന്റെ മകൻ ആർട്സ് ബിസിനസ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആർട്സ് ബിസിനസ് ചെയ്യാന്നുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ നാളെ ഒരു യങ് അല്ലെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരോട് ജനറേഷനോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യത്തോടെ പറയാൻ വേണ്ടി പറ്റും, എന്റെ മക്കൾ ആർട്സ് ബിസിനസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇനിയും ലേറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ഇതിനകത്തുള്ള പല രക്ഷിതാക്കളും ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും നിങ്ങളെ മക്കളെ ഇറക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന ആർട്സ് ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ഓരോ ചെറുപ്പക്കാരും അവരെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടേതായുള്ള ഫ്രണ്ട്സിനെ പലരും അവര് മുഖാന്തരം അവര് കൊണ്ടുപോകും കേട്ടോ. പിന്നെ എന്റെ മക്കള് ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടില്ല, പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കുറ്റബോധം ഉണ്ടാവും. ഓരോ രക്ഷിതാക്കൾക്കും എന്റെ മക്കളെ ഇറക്കാത്തതിൽ കുറ്റബോധം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഫസ്റ്റ് ടൈം വേണ്ടത് നിങ്ങൾ അവരെ പിടിച്ചിറക്കണം എന്നല്ല പറയുന്നത്. കാരണം ഇന്നത്തെ ജനറേഷനോട് അറിയാം, എന്ത് പറഞ്ഞാലും എന്താ അവരെ മൈൻഡ് സെറ്റിൽ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കും. ഞാൻ എത്രയോ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്, അവരാരും ഇതാക്കിയിട്ടില്ല. ബട്ട് അന്നേരം ഇപ്പൊ ആദ്യം എടുത്ത ഒരു ഐഡിയയിലൊക്കെ ഇപ്പൊ 4-5 ലക്ഷം ഒക്കെ വോളിയം വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പറയാൻ വേണ്ടി പറ്റും, വേണമെങ്കിൽ ചെയ്താൽ മതി. അത്രേ പറയാം. ആർട്സ് ബിസിനസ്സിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ ഉണ്ടായിട്ടല്ല ഞാൻ ഇതിന്റെ അകത്ത് വിജയിച്ചില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഇതിന്റെ അകത്തേക്ക് വരുമാനം കിട്ടേണ്ട ഒരു അവസരം ആർട്സ് ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ള ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റ് ടൈം പറഞ്ഞത് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. കുറച്ചെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ആർട്സ് ബിസിനസ്സിലേക്ക് വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് വരുന്നുണ്ട്. ഇപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ എന്നെ ശല്യം ചില ഒരു വോളിയത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുന്ന സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് വിളിയോട് വിളിയാ. എന്നുവെച്ചാല്
കാരണം ഇത്ര നാൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത പലരും ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യും, നല്ല രീതിയിൽ ബിസിനസ് വളരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് തീർച്ചയായും ഇതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്തേക്ക് അച്ചീവ്മെന്റ് എത്തിയത് എങ്ങനെയാന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അച്ചീവ്മെന്റ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി പറ്റും? അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടി പറയാം, ഞാൻ ഈ ഒരു ടൈമിലേക്ക് അപ്പോ ചെറിയ ഇപ്പൊ ഒരു മാസം കൊണ്ട് അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ട് ഇവൻ എന്തെങ്കിലും എന്ന് പറയുന്നത് ഒന്നുമല്ല. കഴിഞ്ഞ മാസം അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടും ചെയ്തതെന്ന് വെച്ചാൽ ഒന്നൊരു ഹോം മീറ്റിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഹോം മീറ്റിംഗുകൾ വെച്ചു, ബോഡി സ്കാനിങ് കൂടി അതിന്റെ അപ്പുറം കൂടുതലായിട്ട് ഇതാക്കി. പ്ലസ് ഹൈജീൻ ക്യാമ്പയിൻ പലപ്പോഴും ഞാൻ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഹൈജീൻ ക്യാമ്പയിന്, ബോഡി സ്കാനറിൽ അപാര റിസൾട്ട് ആട്ടോ. ബോഡി സ്കാനിങ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സിനെയും കൂട്ടി കുറച്ച് നിങ്ങളെ ചേർത്ത മെമ്പേഴ്സിനിടയിൽ ബോഡി സ്കാൻ ചെയ്യാൻ പോട്. ഒരു ന്യൂട്രി ചാർജ് പോലും വാങ്ങിക്കാത്ത ഓരോ മെമ്പേഴ്സും വീട്ടിലേക്ക് 4000-ന്റെ 5000-ന്റെ 6000-ന്റെ ഒക്കെ ഓരോ ന്യൂട്രി ചാർജും പർച്ചേസ് ചെയ്യുന്ന അവസരത്തിനകത്തൊക്കെ മാറി. കാരണം അത് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ എന്താ പറയാ ഈ കൺസിസ്റ്റൻസി പർച്ചേസിലേക്ക് കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാരണം 6 മാസത്തെ ബോഡി നിങ്ങൾക്ക് സ്റ്റേബിൾ ആയല്ലോ. 6 മാസത്തിന് ശേഷം അവർ കഴിച്ചാൽ മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടുള്ള അങ്ങോട്ടേക്ക് തുടരുമോ ഇല്ലോ എന്നുള്ളത് ഫസ്റ്റ് ടൈം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹലോ, ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ബോഡി സ്കാനിങ്, ഹോം മീറ്റിംഗ് ഭയങ്കര റിസൾട്ട് ആണ്. ഹോം മീറ്റിംഗ് നിങ്ങൾ 10 വീട്ടുകളിലേക്ക് അല്ലെങ്കിൽ 10 വീടുകളിലേക്ക് നിങ്ങൾ പോകുന്നതിന് ഉപരി ഒരു വീട്ടിൽ ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ചുറ്റുകൾ നിങ്ങൾ പോകുന്നതിന്റെ റിസ്ക് അവിടെ കുറഞ്ഞു, 10 വീട്ടിൽ പോയ കുറഞ്ഞു കിട്ടും. എന്താ ഹോം മീറ്റിംഗ് നടത്താൻ വേണ്ടി പറ്റുക? പലരും പറയണം എന്നെ കൊണ്ട് ഹോം മീറ്റിംഗ് പറ്റുമോ, അല്ലെങ്കിൽ തുളസി പെയിന്റ് വന്ന സമയത്തേക്ക് എല്ലാം എന്താ പറയാ ഇപ്പൊ ഞാൻ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഇപ്പൊ എല്ലാരും കൂടി എന്നെ വിളിക്കല എന്താ തുളസി പെയിന്റ് അങ്ങനെയാണ് ഇതായിട്ടുണ്ട്, അവിടെ എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇതൊന്നും ഞാൻ ആദ്യം പഠിച്ചിട്ട് വന്ന സംഭവം എന്നല്ല തുളസി പെയിന്റ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ കാര്യങ്ങൾ പഠിക്കാൻ ഓരോരുത്തർ അവരവർ തീരുമാനം എടുക്കുന്നത് പോലെ ഇരിക്കും എന്താ പറയുക ഇതിനകത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി. ഞാൻ ഇതിന് മുന്നേ പെയിന്റ് അടിച്ചിട്ട് ബ്രഷ് വലിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം പെയിന്റ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ അത് പെയിന്റ് മാത്രം അറിയാം. ആർസിമിന്റെ അല്ല, മൊത്തം പുറത്തുനിന്ന് പെയിന്റ് പറയുന്ന സമയത്ത് പെയിന്റ് മാത്രം, അതിന്റെ പ്രൈമർ ഉണ്ടെന്നോ പുട്ടി ഉണ്ടെന്നോ എമഷൻ ഉണ്ടെന്നോ ഒന്നും അറിയാത്ത ഞാനാണ് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ കഴിഞ്ഞ മഹാരാഷ്ട്ര, അത് ഈ ഒരു മെയിലും പോയിട്ടായിരുന്നു, മെയിലായിരുന്നു തോന്നുന്നു. മഹാരാഷ്ട്ര നമ്മുടെ തുളസി പെയിന്റ് കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. ഏകദേശം മൂന്നോളം പെയിന്റേഴ്സിനെയും 2ഓളം എഞ്ചിനീയേഴ്സിനെയും കൂട്ടിയിട്ടാണ് അനക്കാടെ പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ ടാസ്കുകൾ ഏറ്റെടുക്കണം കേട്ടോ. പെയിന്റിന്റെ അതൊന്നല്ല, എന്ത് കമ്പനി ടാസ്കുകൾ തന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായും അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരാണ് അച്ചീവറിനകത്ത് എത്തിയിട്ടുള്ളത്. ഞാൻ ഒന്നും വിടില്ല. ഇപ്പൊ കീസോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കീസോളിലെ കൂടുതലെങ്കിലും അറിയപ്പെടുന്നെങ്കിലും ഞാൻ എല്ലാ ടാസ്കുകളും പരമാവധി ഏറ്റെടുക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഗാമോ റെസ്റ്റോറന്റ് അത് തീർച്ചയായിട്ടും മറ്റേ 29 പീസായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് തീർച്ചയായും ചെയ്തിട്ടുണ്ട്. കീസോളിന്റെ ടാർഗറ്റുകൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. തുളസി പെയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ടാർഗറ്റുകൾ നമ്മൾ കമ്പനിയുടെ ചിലർ ചിന്തിക്കാറുണ്ട് കമ്പനീന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ, കമ്പനീന്റെ പ്രൊഡക്റ്റ് സെയിൽ ആകായിട്ടല്ലേ ഇത്തരത്തിൽ ടാർഗറ്റ് വെക്കുന്നത്. ഒന്നുമല്ല, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഓരോ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ മെമ്പേഴ്സിനിടയിൽ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് പറയുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്തിട്ട് മാത്രമേ എന്റെ ടീമിലേക്ക് പറയാറുള്ളൂ. ക്രൗൺ അച്ചീവ് ചെയ്യാൻ കീസോളിന്റെ ടാർഗറ്റ് ചെയ്ത് ക്രൗൺ അച്ചീവ് ചെയ്യാൻ പോകുന്ന സമയത്തേക്കോ ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും കിരീടം മേടിക്കാൻ തയ്യാറാണ്, വരുന്നുണ്ട് പോരി എന്ന് പറഞ്ഞു. അപ്പോ ഒരു ഐ സ്പോട്ടിൽ തന്നെ 5-6ഓളം ക്രൗൺ അച്ചീവേഴ്സും കൂടി എന്റെ ടീമിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്ത് ലീഡർ എന്ന് പറയുന്ന ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോയിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം. അപ്പൊ തീർച്ചയായും ഇതിലേക്ക് കടന്നു വന്ന ഓരോ ലീഡേഴ്സിന് അവരവരെ മാറ്റങ്ങൾ അല്ലെ അവർ ചെയ്തുള്ള കഴിവുകൾ തെളിയിച്ചിട്ട് വേണം നമ്മുടെ ടീമിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തയ്യാറാന്നുള്ള നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഇതിനകത്ത് ഇരിക്കുന്ന 203 പേരുണ്ട്. 203 പേർക്കും നിങ്ങളെ സംസാരത്തിന്റെ അകത്ത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പലരൊന്നും പറയാറിയോ എന്താ ക്രീമൊക്കെ തേച്ചാൽ മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഈ ക്രാസിമിന്റെ മുരിങ്ങ ക്രീം തേച്ചാൽ മാറ്റം ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇതിനകത്ത് പല ലീഡേഴ്സും പറയുന്നത് ശരിയാണോ? പല ലീഡേഴ്സും പറയുന്നത് മാറ്റം ഉണ്ടാവുമായിരിക്കും. ഞാൻ പറയുന്നത് 100% മാറ്റം ഉണ്ടാവും, ധൈര്യമായിട്ട് ഉപയോഗിച്ചെന്ന് അറിയൂ. നമ്മൾ പറയുന്ന കോൺഫിഡൻസിലേക്കും ചിലപ്പോൾ അവരെ ബേസിലേക്ക് ഓരോ കല മാറുന്നതും അവർക്ക് ന്യൂട്രി ചാർജ് വെച്ചിട്ട് മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് കഴിച്ചാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്ന പറയും. 100% റിസൾട്ട് അന്നേരം 100% ഗ്യാരണ്ടി പറയുന്ന കമ്പനി പറയാറുണ്ട്. ഞാൻ ബീജെല്ലാം കൊടുക്കുന്ന സത്യാവസ്ഥയിൽ ബീജ കൊടുക്കുന്ന സാഹചര്യത്തിലെല്ലാം ഞാൻ 100% കഴിച്ചാൽ മാറ്റം ഉണ്ടാവുന്ന പറയല്. എല്ലാം ഞാൻ എന്റെ പൈസ തിരിച്ചു തരുമെന്ന് പറയും. നിങ്ങൾ കഴിച്ചിട്ട് കൃത്യമായിട്ട് സമയത്ത് അന്നേരം കഴിക്കേണ്ട സമയത്ത് പറയുന്നത് പോലെ കഴിച്ചിട്ട് മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു തരും എന്ന് പറയാറുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാൻ നോക്കും, വിശ്വസിച്ച് കഴിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഇന്നവരെ കഴിച്ച ഒരാൾക്ക് റിസൾട്ട് ഇല്ലാണ്ട് പറ്റില്ല. ബീജൊക്കെ അപാര റിസൾട്ട് ആട്ടോ. ന്യൂട്രിചാർജ് ബീജ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടി വെച്ച് പറയാൻ വേണ്ടി പറ്റും. ന്യൂട്രിചാർജ് ബീജ കണ്ടിന്യൂസിൽ ഒരു 6-7 മാസം കഴിച്ചോ നല്ല രീതിയിലെ മാറ്റം ഉണ്ടാവും. പിന്നെ കഴിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അകത്ത് വരെ കുറച്ച് റിസ്കുകളും കൂടി പറയണം. കഴിക്കുന്ന സമയത്ത് 1-2 മാസത്തിനിടയിൽ ഇടയ്ക്ക് ജോയിന്റുകളിലേക്ക് വേദന വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയണോ. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പറഞ്ഞ ആർസിമിന്റെ പ്രൊഡക്റ്റ് കഴിച്ചാൽ ഞങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ടാ മാറിയെന്നുള്ളവർ. അപ്പൊ അതിനൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പല കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന എന്താ പറയാ ഓരോ ഇതും എഫക്റ്റുകളും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മാത്രം ഈ പ്രൊഡക്റ്റ് ഇതാക്കാൻ നോക്കുക.
നമ്മളെ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സും ഓരോ ഉൽപ്പന്നങ്ങളും എടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഓക്കെ, അതൊന്ന്. പിന്നെ മീറ്റിംഗ് കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസിന്റെ അകത്തേക്ക് നിങ്ങളുടെ ടീം വർക്ക്, നല്ല രീതിയിൽ ടീം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ട്രീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് എന്റെ അപ്ലൈൻ ലീഡർ തന്നെയാണ് എനിക്കത് പറഞ്ഞത്. അജിത് സാർ മാലൂര്, എമറാൾഡ് അച്ചീവർ ആണ്. അജിത് സാർ കൃത്യമായിട്ട് പറയാറുണ്ടായിരുന്നു, ട്രീ തയ്യാറാക്കിയാല് അച്ചീവ്മെന്റിലേക്ക് എത്തുന്നില്ല. ട്രീ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ട്രീയിലേക്ക് മാത്രം വിട്ടു, ട്രീ എന്താന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല, കൃത്യമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തയ്യാറല്ല. പക്ഷെങ്കിൽ എപ്പോഴൊക്കെ എന്റെ ടീമിലേക്ക് ഞാൻ ട്രീ തയ്യാറാക്കി പാസ് ചെയ്തോ അപ്പോഴൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രീയിലേക്ക് വലിയൊരു കാര്യം എന്താണ് ട്രീ എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഓരോ സൈഡിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊപ്പം വരുന്ന ഓരോ അച്ചീവേഴ്സിന്റെയോ അല്ലെങ്കിൽ ആക്ടിവായിട്ട് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിനെയും കൃത്യമായിട്ട് അവരെ എഴുതി എന്താ പറയുക തയ്യാറാക്കുക. അതിലേക്ക് അവർക്ക് എന്തൊക്കെ PV എന്നൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഏതൊക്കെ അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര റിസൾട്ട് ആണ്, നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. ഞാൻ പറയുന്നത് 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ട്രീ തയ്യാറാക്കുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തോ, നിങ്ങളുടെ ടീമിന്റെ അകത്ത് സക്സസ് ആക്കാൻ വേണ്ടി പറ്റും. അത് അറിയാത്തവരുണ്ടെങ്കിൽ കൂടുതൽ, എനിക്ക് ആകെ ഒരു 1 മണിക്കൂർ സെക്ഷൻ ആയിട്ടുള്ളൂ, അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെടുക. സാർ എന്താ ട്രീ, എന്റെ എന്താ പറയാ ഇന്നൊരു മീറ്റിംഗ് കേട്ടിട്ടായിരുന്നു, ട്രീ തയ്യാറാക്കി അച്ചീവ്മെന്റിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീ എങ്ങനെ തയ്യാറാക്കുന്നതിനെ പറ്റി ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ ലീഡേഴ്സ് അതിനുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും അതെന്താന്നുള്ളതിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന്റെ ട്രീ തയ്യാറാക്കിയിട്ട് ടീമിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രീ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പലർക്കും അച്ചീവ്മെന്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ അച്ചീവ്മെന്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഹലോ, ഇതിനകത്ത് ഇരിക്കുന്ന ഇപ്പൊ ഇത്ര പേരുണ്ടെങ്കിൽ പലർക്കും ആർസിഎമ്മിൽ വിജയിക്കണം എന്നുണ്ട്, സക്സസ് ആവണമെന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ സക്സസ് ആവും? ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ വണ്ടേ ഉണ്ട്, കമ്പനി വണ്ടേ ഉണ്ട്, എന്താ പറയുക പ്ലാനുകൾ വേണേലും വലിയ മാറ്റമൊന്നുമില്ല. പ്ലാൻ വരെ ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും ആർസിഎമ്മിന്റെ ചെയ്യേണ്ട സിസ്റ്റം ഒരേപോലെ തന്നെ. പക്ഷെങ്കിൽ ഇത് എങ്ങനെ അച്ചീവ്മെന്റിലേക്ക് എത്താന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതിലേക്ക് നല്ലൊരു ഓപ്ഷനാണ് ട്രീ. ട്രീ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, ടീമിലേക്ക് ഏതൊക്കെ വർക്ക് കൊടുക്കണം, എത്ര ജോയിനിങ് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു കണക്കെടുക്കാൻ വേണ്ടി പറ്റും. ആ കണക്കുകളിലേക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിച്ച ഓരോ വോളിയോ ഏതൊക്കെ സൈഡിൽ നിന്ന് വരുന്ന ഓരോ വോളിയോ ആർക്കൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ ടച്ച് ചെയ്ത് ഒരു ഹാർഡിന് ടച്ച് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ ഈ ടീമുമായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ടാവും. നല്ല രീതിയിൽ ഓരോ വോളിയം വരുന്ന വഴികളും അറിയാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിലേക്കും അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ട്രീ തയ്യാറാക്കുക. പിന്നെ അതിനൊപ്പം എന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ബിസിനസിന്റെ അകത്തേക്ക് എന്റെ A സൈഡ് എന്റെ B സൈഡ് എന്ന് മാറ്റിയിട്ട് ആരും മാറ്റി നിർത്തപ്പെടാണ്ട് ഇപ്പൊ. കാരണം എന്താ പറയാ, B സൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ സ്വന്തം ടീമാണ്, എന്റെ A സൈഡ് മറ്റുള്ള എന്റെ ലീഡേഴ്സ് ചെയ്യേണ്ട ഒരു ടീമാണെന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. ഞാൻ പറയാം, നിങ്ങളെ രണ്ട് കണ്ണു പോലെ ഇരിക്കും നിങ്ങളുടെ രണ്ട് സൈഡും. നിങ്ങൾക്ക് വലത് കണ്ണിനാണോ ഇടത് കണ്ണിനാണോ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് എന്താ പറയാ, നിങ്ങൾ ഏത് കണ്ണിനാ ഇത് കൊടുക്കുക, എന്തൊക്കെ ഈ വലത്തെ കണ്ണ് മതി അല്ലെങ്കിൽ ഇടത്തെ കണ്ണ് മതി എന്ന് പറയാം, ഒരു കാരണവശാലും പറയില്ല. നിങ്ങൾ രണ്ട് കണ്ണും രണ്ട് കൈയും പോലെ ഇരിക്കും രണ്ട് ടീം എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്ത് എന്റെ ടീമിനെ രണ്ടും കൊണ്ടുവന്നത് എന്താ പറയാ, രണ്ട് ടീമിന്റെ ഡെപ്തിലുള്ള ഓരോ മെമ്പേഴ്സിനും എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ ടീമുമായിട്ട് ഞാൻ ഇടപെടുന്നുണ്ട്. എന്റെ എന്താ പറയാ A സൈഡ് B സൈഡ് എന്ന് പറയാം, എന്റെ ഒപ്പം വന്ന എല്ലാ മെമ്പേഴ്സിനും നല്ല രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും ഇടയ്ക്കാന്ന്, അല്ലെങ്കിൽ അവരവരെ വീടുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റി, ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ ഹോം വിസിറ്റിംഗ് നടത്താൻ വേണ്ടി പറ്റി. നമ്മളും എല്ലാവരും ആർട്സും ബിസിനസ് വെറുതെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാണ്ട് കേട്ടോ. അതും കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു സബ്ജക്റ്റ് ആണ്. ആർട്സും ബിസിനസ് വെറുതെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാണ്ട്. ആർട്സും ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ. നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്താ പറയാ, എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും, ഏകദേശം എന്താ കേരളത്തിന്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നല്ല രീതിയിൽ ടീമിനെ ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ ടീം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് നാളെ മറ്റൊരു ജില്ലയിലേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറ്റി താമസിക്കുന്ന ഒരു സംശയമില്ല. കാരണം വെച്ചാൽ അതുമായുള്ള ഒരു ഫാമിലി ആർട്സും ബിസിനസ് എന്ന് പറയുന്നത് ഫാമിലി കണക്ഷൻ ആണ്. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും ഉണ്ട്. മനസ്സിലായി, ആർട്സും അതാണ്. നിങ്ങൾക്ക് നല്ല മെമ്പേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കണക്ഷൻ ഒന്നുമില്ല അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കുറവാണ്, എന്താ പറയുക ഒറ്റക്ക് തനിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആർട്സും ബിസിനസ്. നിങ്ങൾക്ക് ബന്ധങ്ങൾ റിലേറ്റീവ്സിനെ ഉണ്ടാക്കിയെടുക്കും. പണം മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. പണം മാത്രം ഉണ്ടാക്കിയെടുത്തതിനെ കൊണ്ട് കാര്യമില്ല, നല്ല നല്ല ഫാമിലി മെമ്പേഴ്സും കൂടി നമുക്ക് ഉപകാരം. രക്തബന്ധത്തിനെക്കാട്ടും നല്ല മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ആർട്സും സിസ്റ്റത്തിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഒരു രക്തബന്ധത്തിനെക്കാട്ടും നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ആർട്സും ബിസിനസ്സിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ബന്ധങ്ങളൊന്നല്ല, കാരണം വെച്ചാല് ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെങ്കിൽ അതിനേക്കാൾ ഉപരി. കാരണം ഇന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങളൊരു അംഗീകാരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു താഴ്ത്താൻ വേണ്ടി നിൽക്കുന്ന എത്രയോ പേര് നിങ്ങളുടെ ചുറ്റുപാട്ടമുണ്ട്. ഫാമിലി മെമ്പേഴ്സിലായാലും അതുപോലെ തന്നെ ചുറ്റുപാട്ടുള്ള നാട്ടുകാരായാലും നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നവരല്ല അവര്. പക്ഷെ ആർട്സും ബിസിനസ്സിൽ എന്ന
എന്റെ ടീമിലുള്ളവര് വളർന്നു കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ ഓരോരുത്തരും. ശരിയാണോ? പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ളൊരു ബന്ധം, കണക്ഷൻ നമുക്ക് തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഹലോ. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്, ഇല്ലാത്തത്. അതെന്നും അജിസാറ് എപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടുതലായിട്ട് പറഞ്ഞുതരുക. കാരണം വെച്ചാല് ബിസിനസ്സിലുപരി ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ എന്താ പറയാ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു പോയിന്റ്. ഇപ്പൊ നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിലും 100 രൂപ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അതിന്റേതായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായുള്ള ഓരോ ലീഡേഴ്സ് ഇന്ന് അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളൂ. ഉത്തരവാദിത്തം എടുക്കും. ഇത് എന്റെ കമ്പനി അല്ല എന്നുള്ളതിനകത്ത്, അല്ലെങ്കിൽ അത് കമ്പനി ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ല എന്നുള്ളതിന്റെ അകത്ത് മാറ്റിയെടുക്കാൻ എടുക്കുക. ഇത് എന്റെ കമ്പനിയാണ്. അപ്പൊ അനക്കും ഈ കിട്ടുന്ന വരുമാനത്തിന്റെ അകത്തേക്ക് കൃത്യമായിട്ട് അനക്കും അതിന്റെ അകത്തുള്ള കുറെ റിസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട കടമകളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ ഇതിനകത്ത് നല്ലൊരു സൗണ്ട് കുറച്ച് ഓക്കെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക മാത്രമേ അവർക്ക് കമ്പനിയുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങളായാലും അത് കമ്പനിയിലേക്ക് മാത്രം വിട്ടു കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമേ നല്ലൊരു ലീഡറായിട്ട് മാറാൻ വേണ്ടി പറ്റൂ. അത് ഫസ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ബിസിനസ് എവിടെ നിന്ന് ചെയ്യണം? ബിസിനസ് എവിടെ നിന്ന് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പറയും, ബിസിനസ് ഡെപ്ത് നിന്ന് ചെയ്യണം. ഏറ്റവും അടിയിൽ നിന്ന് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള എല്ലാവർക്കും പുകഞ്ഞ് ചാടിക്കൊടുക്കും. ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് അതാ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എന്റെ ടീമിലേക്ക് അച്ചീവേഴ്സിന് ഉണ്ടാക്കിയത് ബിഗിനേഴ്സിനും സ്റ്റാർട്ടേഴ്സിനും. കാരണം മുകളിലത്തെ എങ്ങനെ സ്റ്റാറാക്കാം അല്ലെങ്കിൽ എങ്ങനെ റോയൽറ്റി ആക്കാൻ നോക്കി ഇരിക്കുന്നതിന്റെ കാര്യമില്ല. ഏറ്റവും അടിയിൽ ഒരു ബിഗിനേഴ്സിന്റെ സ്റ്റാർട്ടർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ 20,000 PV ആയാലും 40,000 PV ആയാലും തൊട്ട് മുകളിലുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടും. ശരിയാണോ? അപ്പൊ എന്ത് വേണം, ഡെപ്ത് നിന്ന് വർക്ക് കൊടുക്കുക. പുതിയ പുതിയ ജോയിനിങ്, ലീഡർ ആയിക്കോട്ടെ, റോയൽറ്റി ആയിക്കോട്ടെ, എമറാൾഡ് ആയിക്കോട്ടെ, എമറാൾഡ് ആയിക്കോട്ടെ, പക്ഷെ ഡെപ്തിൽ ഓരോ ജോയിനിങ് വരുന്ന സമയത്തേക്ക് നമുക്ക് അടിയിൽ അല്ലെങ്കിൽ ഡെപ്തുമായിട്ട് കണക്ഷനും ഉണ്ടാവും. മാത്രമല്ല ഈ ബോളി എല്ലാ മെമ്പേഴ്സിനും ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെപ്തിൽ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ട് മുകളിലേക്ക് ഓരോർക്കും വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. എന്റെ ടീമിലേക്കും കഴിഞ്ഞ പ്രാവശ്യം പ്രയോഗിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. ഡെപ്തിൽ വർക്ക് കൊടുത്ത് വോളിയം ഉണ്ടാക്കി കൊടുത്ത് മുകളിൽ ഇരിക്കുന്നവർക്ക് ഈഗിൾ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വോളിയം വന്ന്, ഓപ്പണർ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വോളിയം വന്ന്, അങ്ങനെ വോളിയം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. ആദ്യം ബിസിനസിന്റെ പ്ലാൻ പഠിപ്പിച്ച് വിട്ട് പ്ലാന് പഠിച്ച ഒരു വ്യക്തിക്ക് അറിയാം ഇദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഡെപ്ത് നിന്ന് വർക്ക് കൊടുക്കുന്ന സമയത്തേക്ക് എന്താ പറയാ, എല്ലാവരും വോളിയം കണ്ടിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ചെയ്യാതെ എന്താ പറയാ, ചെയ്താൽ വരുമാനം കിട്ടും, ചെയ്തില്ലെങ്കിൽ ഇത്രയും പൈസ എന്റെ കയ്യിൽ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നതല്ലേ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ സ്പീഡാക്കാൻ തുടങ്ങി. മന്ത്ലി എന്താ പറയാ, ഒരു 15-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് വോളി അടിയിൽ നിന്ന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോ നടുക്കോട്ടിരിക്കുന്നവരും ഇതൊക്കെ അവർ പായാൻ വേണ്ടി തുടങ്ങി. വോളിയം കണ്ടിട്ട് ഇരിക്കാൻ വേണ്ടി ഇരുത്ത് ഉറക്കുന്നില്ല. അപ്പൊ നല്ല രീതിയിൽ പായാൻ വേണ്ടി തുടങ്ങി. ഡെപ്ത് നിന്ന് വർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. അത് ഫസ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും നിങ്ങളെ മുകളിലോട്ട്, നിങ്ങളെ താഴെ സ്റ്റാർ അച്ചീവർ വന്നോട്ടെ, എന്താ പറയാ, വിന്നർ വന്നോട്ടെ, ഈഗിൾ വന്നോട്ടെ, ഇതെല്ലാം വന്നോട്ടെ, പക്ഷെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡെപ്ത് നിന്ന് വർക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ വോളി ആക്കി തരുന്നില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വോളി അടിയിൽ നിന്ന് വരുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്തോന്ന് പറയാം. അപ്പൊ അത്ര മാത്രമേ എന്റെ ടീമിലേക്ക് പറഞ്ഞിട്ടുള്ള, വേണമെങ്കിൽ ആർസിഎം ബിസിനസ് ചെയ്താൽ നിങ്ങൾ അടിയിൽ നിന്ന് വോളിയം വരുന്നുണ്ട്. അപ്പൊ ഈ വോളിയം സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കും. ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇത്ര വോളിയാണ് ഇത് ഓരോ ടച്ച് ചെയ്യാൻ വേണ്ടത്, ഇന്ന അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതെന്നല്ല. ഇന്ന് വരുമാനം വേണ്ടാത്തൊന്നും ആരുമില്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുക അവർക്ക് വരുമാനത്തിന്റെ ഒന്നും ആഗ്രഹം നല്ല ഇതില്ലാന്ന് പറയും. എന്റെ എന്താ പറയാ, എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയാ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിട്ടുള്ള റിട്ടയർമെന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കും നോർമലി അവർക്കൊക്കെ വരുമാനം ഇല്ല, അവർക്കൊന്നും വരുമാനത്തിന്റെ ആവശ്യമില്ല എന്നല്ലേ. ഞാൻ പറയും നിങ്ങളെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇന്ന് പണത്തിന് എന്താ പറയാ ബുദ്ധിമുട്ടുന്ന ഏറ്റവും കൂടുതൽ അവരായിരിക്കാം. കാരണം അവരൊരു ടൈം ടേബിൾ പോലെ ജീവിച്ചു പോകുന്നത്. കാരണം ഇന്ന് ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേത് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. ആ അവസരത്തിൽ അവരും വരുമാനത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും വരുമാനം വേണ്ടാന്ന് പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനത്തിനോട് ആഗ്രഹം, അല്ലെ വരുമാനം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുന്നവരായിരിക്കും. അവരോട് നിങ്ങൾ ആർസിഎം ബിസിനസ് പറയാൻ നോക്കുക. എല്ലാവർക്കും ബിസിനസ് വേണം, വരുമാനം വേണം. അപ്പൊ ആരോടും അടിച്ചു നിൽക്കണ്ട. അവർക്ക് വരുമാനം വേണ്ടാന്ന് വെച്ചിട്ട് അവരെ മാറ്റി നിർത്തണ്ട. നിങ്ങൾ പറയാൻ പഠിച്ച ഓരോ വ്യക്തികളോടും ഇന്ന് തന്നെ വിളിച്ചു ചോദിച്ചേക്കോ, അവർക്ക് ആർസിഎം ബിസിനസ് വേണ്ടി വരും, ചെയ്താൽ അങ്ങനെ വരുമാനം കിട്ടുന്ന അന്വേഷിക്കുന്നവരുണ്ടാവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ടാർഗറ്റുകൾ ഏറ്റെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ടാർഗറ്റുകൾ പരമാവധി ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുക. ടാർഗറ്റുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന പ്രോഗ്രാം 13-ാം തീയതി കൊച്ചിയിൽ വെച്ച് രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ടൈഗർ സന്തോഷ് സാറിന്റെ ക്ലാസ്. എത്ര പേര് അച്ചീവ് ചെയ്യുന്നുള്ള അറിയില്ല. പക്ഷെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ബസ്സിൽ കൂടുതൽ ആൾക്കാരെ ഞാൻ അവിടെ പങ്കെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടി അതിന്റെ ഒപ്പം എക്സ്ട്രാ മറ്റു ട്രെയിനിൽ വരുന്നവരുമായിട്ട് ഒരു ബസ്സിലധികം ആൾക്കാരെ എന്റെ ടീമിൽ നിന്ന് അവിടെ അച്ചീവർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തു, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു, മറ്റുള്ളവരും ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു, അല്ലെങ്കിൽ അമ്മ ചെയ്ത് കാണിച്ചു, നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് മാത്രമേ ടീമിനോടൊക്കെ പറയാറുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും
ടാർഗറ്റുകൾ നമുക്കുള്ളതാണ്. അപ്പൊ അത്ര അച്ചീവേഴ്സിന് വരുമ്പോൾ അത്ര അച്ചീവേഴ്സ് ഉണ്ടാകാൻ നോക്കോ. മാത്രമല്ല ഈ ടൈഗർ സന്തോഷ് സാറിന്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ബിസിനസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകില്ല. ശരിയാണോ? സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ 1 ഡേ ട്രെയിനിങ്ങിന് ഏകദേശം 15 ലക്ഷത്തിന് മുകളിലോട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഒരു എന്താ പറയാ ക്ലാസ് കൊടുക്കുന്നതിന്റെ സാലറി, ഒരു വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വരുമാനം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അത്രയും വലിയ ട്രെയിനിങ് ഒന്നും വിഷൻ ചെയ്യാൻ വേണ്ടി പറ്റാത്ത, അത് നമ്മൾ സിംഗിൾ ആയിട്ട് മറ്റൊരു വേദികളിലാണ് പോയിട്ട് കാണുന്നെങ്കിൽ 10-20,000 രൂപ 30,000 രൂപ ഒരാൾക്ക് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമായിരുന്നു ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതൊന്നും ഇല്ലാണ്ട് വെറും 7,500 PV ചെയ്തിട്ടാണ് ടൈഗർ സന്തോഷ് സാറിന്റെ ക്ലാസ്സിന് അച്ചീവർ ആയിട്ട് പോകുന്നത്. എത്ര പേര് ടാർഗറ്റ് ചെയ്തു എന്നുള്ള അറിയില്ല. പക്ഷെ എങ്കിൽ കിട്ടിയ അവസരം ഒരാൾ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. കാരണം ഇത് ഇന്ന് മാത്രമേ കിട്ടൂ, നാളെ കിട്ടുമെന്നുള്ളത് അറിയില്ല. അപ്പൊ കിട്ടിയ അവസരത്തിനെ പരമാവധി എന്താ പറയാ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ അവിടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ മണിപ്പോൾ സാറിന്റെ ഒരു ട്രെയിനിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ട്രെയിനിങ്ങുകളൊന്നും ഞാൻ ഇവിടെ ഇല്ല. അത് ടുഡേ വർക്ക്ഷോപ്പ് ആയാലും എന്താ പറയുക വർക്ക്ഷോപ്പ് ആയാലും എന്താ പറയാ എല്ലാം A to Z ഫിസിക്കൽ മീറ്റിങ്ങിന് പറ്റുന്ന അവസരത്തെ തെച്ച് ഞാൻ മീറ്റിങ്ങിൽ പോകാറുണ്ട്. അതാണ് ഇതിനകത്ത് വിജയിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. എന്റെ അമ്മ പോവെങ്കിൽ എന്റെ അമ്മ ഞാൻ പഠിക്കുന്ന സമയത്തായാലും ലീവുള്ള ദിവസങ്ങളിലായാലും മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ എന്നെയും കൂട്ടിട്ട് പോകും. അല്ല ഒന്നേരൊന്നും അറിയില്ല. ബിസിനസ് കുറെ കേട്ടു അവിടെ നിന്ന് ഉറങ്ങിയിട്ടൊക്കെ വരും. പക്ഷെങ്കിൽ പിന്നെ എന്താ പറയാ ബിസിനസ് അല്ല ഇതിനകത്ത് അവസരമുണ്ട്. എന്റെ അച്ചീവ്മെന്റിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പതിയെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അപ്പോ എന്താ പറയാ മീറ്റിങ്ങൾക്ക് പരമാവധി ഇമ്പോർട്ടന്റ് കൊടുക്കുക. അല്ലെങ്കിൽ 200 രൂപ കൊടുക്കേണ്ട അടുത്ത ടിക്കറ്റിന് കയറാൻ വേണ്ടിയിട്ട് 300 രൂപ കൊടുക്കേണ്ട 500 രൂപ കൊടുക്കേണ്ട എന്നിട്ട് പലരും മാറി നിൽക്കാറുണ്ട്. അങ്ങനെ ദയവ് ചെയ്തിട്ട് ഒരാൾ അങ്ങനെ മാറി നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്കും നമുക്കും പണ്ടേ നിർത്തിയിട്ട് പോയായിരുന്നു. പൈസ ഉണ്ടായിട്ടൊന്നല്ല മീറ്റിങ്ങിന് പോയത്. പക്ഷെങ്കിൽ അതിന് വേണ്ടിയില്ല, ഇത് കണ്ടെത്താൻ വേണ്ടി തയ്യാറി ട്രെയിനിങ്ങിലേക്ക് പോയി കാര്യങ്ങൾ പഠിച്ചു എന്റെ ടീമിലേക്ക് പാസ് ചെയ്ത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവുകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നോക്കിയാൽ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ എന്താ കോടികൾ എന്ന് എറിഞ്ഞിട്ട് പലരും മക്കളെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പഠിച്ചു ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം നോക്കി നോക്കുക. അവർക്ക് അംഗീകാരം ഒരു ഒറ്റ മുറിയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, ഒക്കെ നല്ല ജോലി, അവർക്ക് ഇത്രയും വരുമാനം കൊടുത്ത് പഠിപ്പിച്ച് അവരെ അറിയുന്ന ആൾക്കാരില്ല. അവരൊരു ഒറ്റ മുറിയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന സിറ്റുവേഷൻ. ഓഫീസിൽ പോയി ഓഫീസ് മാത്രം, വീട്ടിലേക്ക് ഇറങ്ങി ഓഫീസ് വീട് എന്നുള്ള ഈ സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അതേ അവസരത്തിൽ ആർസിഎം ബിസിനസ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ട്രാവലിംഗ് ഫുള്ള് എന്താ പറയാ ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ ജില്ലകളിലേക്ക് പോയാൽ മാത്രം ഞാൻ ഇന്ന് കേരളം വിട്ട് പുറത്തേക്ക് പോയി ഡൽഹി, ഉദയപൂര്, രാജസ്ഥാൻ, ബിൽവര എല്ലാ A to Z കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് പോയി ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഓപ്ഷനാണ് ആർസിഎം ബിസിനസ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതും ആയിക്കോട്ടെ, ഒന്നിനും ഞാൻ മോശം പറയുന്നില്ല. പക്ഷെങ്കിൽ അതിലേക്ക് നിങ്ങൾ നാളെ സെക്യൂർഡ് ആണോ, നിങ്ങളെ മക്കള് സെക്യൂർഡ് ആണോ എന്നുള്ളത് നോക്കാം. നിങ്ങളെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മക്കളുടെ ലൈഫ് നാളെ ആ ഒരു ജോലിയിലെ കൂടി സെറ്റ്മെന്റ് ആവുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ഇന്നേക്ക് ചെയ്യേണ്ട ബിസിനസ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ആർസിഎം ബിസിനസ് ഇന്നേക്ക് ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല. ആർസിഎം ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മിനിമം ഇന്ന് സ്റ്റാർട്ടിങ് വന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഇനി 5 വർഷം വരാറ്, പക്ഷെ ഇനി 5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം 4 വർഷം വിഷൻ ചെയ്തിട്ട് നിങ്ങൾ ആർസിഎം ബിസിനസ് പ്രവർത്തിച്ചോ. ഇന്ന് കിട്ടുന്ന വരുമാനം, ഇന്ന് ഈ ഒരു മാസം കിട്ടുന്ന വരുമാനം കണ്ടിട്ട് ഒരാൾ ആർസിഎം ബിസിനസ് ചെയ്യണ്ട. കാരണം അങ്ങനെ ചെയ്യുന്നവർക്കല്ല ആർസിഎം ബിസിനസ്. ഞാൻ ഇന്ന് കിട്ടുന്ന 5,000 10,000 20,000 30,000 കണ്ടിട്ടല്ല ഞാൻ ആർസിഎം ബിസിനസ് ചെയ്യുന്നത്. ഇനി ഒരു 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആകുന്ന സമയത്തേക്ക് എനിക്ക് എന്ത് വരുമാനം കിട്ടും, എന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊന്ന് കിടന്നുറങ്ങുമ്പോഴോ എന്റെ അക്കൗണ്ടിലേക്ക് തലക്കുമിത പണം ഏത് രീതിയിലൊക്കെ വരും എന്നുള്ളത് ചിന്തിച്ചിട്ട് ആർസിഎം ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കാണ് ആർസിഎം ബിസിനസ്. ഇന്ന് കിട്ടുന്ന ഓരോ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ പോലെ. ഇപ്പൊ പഠനകാലത്ത് നമുക്ക് ബസ്സിന് പോകേണ്ട ചാർജ് ആയാലും കോളേജിൽ കൊടുക്കേണ്ട ഫീസ് ആയാലും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും വരുമാനം പ്രതീക്ഷിച്ചില്ല. പഠിച്ചു കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോലെ ആടുന്ന് പ്രാക്ടീസ് വേണം, എന്നിട്ട് ആടുന്ന സർട്ടിഫിക്കറ്റ് വേണം മറ്റൊരു ജോലിയിലൊക്കെ കയറാൻ വേണ്ടി. ഇതിനൊന്നുമില്ല. ഇപ്പൊ ഈ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. അത്രത്തോളം നിങ്ങൾ മീറ്റിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർസിഎമ്മിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അത്രത്തോളം നേരെ 3 ഇരട്ടി ആയിട്ട് നിങ്ങൾക്ക് ആർസിഎം ബിസിനസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ചെലവാക്കി മീറ്റിങ്ങുകളിലേക്ക് പോയി, വർക്ക്ഷോപ്പുകൾക്ക് പോയി, 2,000 രൂപ കൂടി ടുഡേ വർക്ക്ഷോപ്പിലൊക്കെ പോയി ട്രെയിനിങ്ങുകൾക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സംസാരത്തിന്റെ അകത്തായാലും ബിസിനസിന്റെ അകത്തായാലും ഇത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ട്രെയിനിങ്ങുകൾക്ക് പോയിട്ട് തന്നെയാണ് ആർസിഎം ബിസിനസ് പഠിച്ചതോ ആർസിഎം ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ നോക്കുക, ഫിസിക്കൽ മീറ്റിംഗിൽ ഏതൊരു മീറ്റിംഗിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ചുറ്റുപാടുള്ള മീറ്റിംഗിലായാലും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മീറ്റിംഗിലായാലും ഞാൻ മിക്ക പ്ലാറ്റ്ഫോമിലേക്കും ഉണ്ടാകാറുണ്ട്. കാരണം വെച്ചാല് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പേർക്ക് എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത്ര മീറ്റിംഗുകൾ ഞാനും അമ്മയും ഒപ്പം തന്നെ പോകുന്നതുകൊണ്ടാണ് എന്നെ അമ്മയും അറിയാനുള്ള കാരണം. പരമാവധി എല്ലാ മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്യും, എല്ലാ മീറ്റിങ്ങുകൾക്കും പോകുന്നത് കൊണ്ട് തന്നെയാണ്. പോകുന്നത് മാത്രമല്ല, നമ്മൾ പോകുന്നതല്ല, പക്ഷെങ്കിൽ ടീമിലുള്ളവരൊപ്പം കൈപിടിച്ചിട്ട് അവരെ അവിടെ എത്തിക്കേണ്ടിയിട്ട് നമ്മളും കൂടി ഒപ്പം പോകും. അപ്പൊ എന്ത് ചെയ്യും, നമ്മളും വളരെ ഓട്ടോമാറ്റിക്കലി അവരും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എത്താൻ വേണ്ടി പറ്റും. എല്ലാവരും മീറ്റിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക. കാരണം നമുക്ക് അവിടുത്തെ മീറ്റിംഗിലേക്ക് ക്ലിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ ടീം മെമ്പേഴ്സിന് അവിടുന്ന് കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും.
അതൊന്ന് ശ്രദ്ധിക്കാം. മീറ്റിങ്ങുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മീറ്റിങ്ങുകളിലേക്ക് പരമാവധി ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ മീറ്റിങ്ങിലേക്ക് പോകുന്നുള്ളതല്ല, നമുക്കൊപ്പം എത്ര പേരെ എത്തിക്കാൻ വേണ്ടി പറ്റും, അത്ര പുതിയ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി പറ്റുമോ അവരെയായിരിക്കും ആർട്സ് ആൻഡ് ബിസിനസ് തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. പിന്നെ ആർട്സ് ആൻഡ് ബിസിനസ് ചെയ്തിട്ട് ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ആർട്സ് ഷോപ്പ് വന്നിട്ടുണ്ട് ആളെ കൂട്ടിപ്പോയിട്ടുണ്ട്. എല്ലാവരും മിക്ക ആൾക്കാരും കേൾക്കുന്നുണ്ട് ആർട്സ് ഷോപ്പ് വന്നിട്ടുണ്ട്, ആർട്സ് ഷോപ്പ് അവിടെ തുറന്ന് ആർട്സ് ഷോപ്പ് അവിടെ കൂട്ടിപ്പോയിട്ട് ഇന്ന ആളെ ആർട്സ് ബിസിനസ് ചെയ്തല്ലേ അവരിപ്പോ ആർട്സ് ബിസിനസ് ചെയ്യുന്നില്ലല്ലോ എന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആർട്സ് ബിസിനസ് ഇന്നവരെ ചെയ്തിട്ട് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നത് ആർട്സ് ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് സിസ്റ്റത്തിലേക്ക് കൂടി ചെയ്തിട്ട് ബിസിനസിന്റെ ഒരു രൂപ പോലും വരുമാനം കിട്ടാത്ത ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് അടിക്കുക. ഒരു രൂപ പോലും ആർട്സ് ബിസിനസ് സീരിയസ്ലി ചെയ്തിട്ട് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് കമ്പനി ഒരു രൂപ വരുമാനം തരാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഒരാളെ നിങ്ങൾക്ക് ഇന്നവരെ കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. ആർട്സ് ബിസിനസ് ഞാൻ പറയാറുണ്ട്, ആർട്സ് ബിസിനസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് തരും. കാരണം എനിക്ക് അതിന്റെ ആവശ്യം വരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. കമ്പനി ചെയ്യുന്നതിൽ ഒരു രൂപ കുറയാണ്ട് കൂടുതൽ മാത്രമേ ആർട്സ് കമ്പനി നമുക്ക് തരാറുള്ളൂ. അപ്പോ ചെയ്ത ഓരോരുത്തരും കൃത്യമുള്ള വരുമാനം കമ്പനി തരുന്നുണ്ട്. പിന്നെ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? വരുമാനം കിട്ടുന്നറിയാം, വരുമാനത്തിന്റെ വഴി നമുക്കറിയാം. ഇത്തിരി പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് ആരെ കാത്തിട്ടാ നിൽക്കുന്നതെന്നുള്ള എനിക്ക് ഇന്നും മനസ്സിലായില്ല. നമ്മൾ ചിലർ എന്റെ ലീഡർ എന്റെ ഒപ്പം വരുന്നില്ല എന്നല്ല. ആരാണ് ലീഡർ? ലീഡർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഓരോരുത്തർ ലീഡർ ആകുക എന്നുള്ള സത്യം. എനിക്ക് വേണ്ടിയിട്ട് എന്റെ എന്താ പറയുക, എന്റെ ടീമിലേക്ക് ഞാൻ മറ്റൊരു ലീഡർ എന്ന് ഞാൻ അധികം കൂടുതൽ മെൻഷൻ ചെയ്തിട്ടൊന്നും പോകാറില്ല. കാരണം ഞാൻ അതിലേക്ക് ലീഡർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലീഡർ ആവാൻ വേണ്ടി പറ്റും. നാളെ എന്റെ ടീം എപ്പോഴും ലീഡർ വരണമെന്നില്ല, എപ്പം നിങ്ങളുടെ ഒപ്പം ലീഡർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നാളെ എന്താ മറ്റൊരു ലീഡർ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് ഹോം മീറ്റിംഗ് നടത്താനുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്നും കൂടി ഞാനിപ്പോ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം 4-5 മണിയാകുമ്പോഴാണ് ഞാൻ ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത് ആ ഒരു ടൈമിലേക്ക് ആകുമ്പോൾ. അപ്പൊ ഹോം മീറ്റിംഗ് ഒരാളെ കിട്ടില്ല മറ്റൊരാളെ കാത്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഹൈജീൻ ക്യാമ്പയിൻ ആണ്, ഞാൻ റെഡിയാണ്. ഹൈജീൻ ക്യാമ്പയിൻ ഇപ്പൊ എത്ര വലിയ പ്ലാറ്റ്ഫോമിലായാലും ഹൈജീൻ ക്യാമ്പയിൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ടാർഗറ്റുകൾ ഏറ്റെടുക്കണം. ടാർഗറ്റുകൾ ഏറ്റെടുത്ത് ചെയ്യാനാവുന്നുള്ളത് 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കണം നിങ്ങളെ ഫസ്റ്റ് എത്തിയത്. നമ്മളെ മനസ്സിൽ നമ്മൾ പാകപ്പെടും. മനസ്സ് എന്ന് പറഞ്ഞ സാധനം ചെറിയ സംഭവം അല്ല കേട്ടോ. അതിലേക്കാണ് നിങ്ങൾ ഓരോ പവറും കൊടുക്കേണ്ടത്. നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ കൂടുതൽ ബുക്കുകൾ വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ കൂടുതൽ ഇത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. അഭിഷാദ് ഗുരുവായൂർ അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തേക്ക് ഉണ്ട്. എന്തൊക്കെ ചെയ്യാറ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ വിജയിച്ചവരെ ചരിത്രങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറാവാം. അച്ചീവേഴ്സിന്റെ അല്ലെങ്കിൽ വിജയിച്ചവരെ ചരിത്രങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറാവാം. അത് പുറത്തേക്കും പോകണമെന്നില്ല. നമ്മുടെ അച്ചീവേഴ്സ് നമ്മളെ ഗോപകുമാർ സാറിന്റെ ഒക്കെ ക്ലാസ് കേട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഏതൊരു വ്യക്തിയും ആർട്സ് ആൻഡ് ബിസിനസിന്റെ അകത്തേക്ക് ഇറങ്ങുന്നതിൽ ഒരു സംശയമില്ല. റെസ്റ്റോറന്റ് ശ്രദ്ധിക്കാം. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഞാൻ അവിടെ വിട്ടുപോയി, ഷോപ്പുകൾ കൂട്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആർട്സ് ബിസിനസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതിനെ പറ്റി. ആർട്സ് ആൻഡ് ബിസിനസ് നെഗറ്റീവ് ആയതിനെ കൊണ്ടല്ല. ആർട്സ് ആൻഡ് ബിസിനസിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് ഒരു പോയിന്റ് ആണ് കടം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇന്നെല്ലാം പല ബിസിനസ്സുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോകാനുള്ളതും ആർട്സ് ആൻഡ് ബിസിനസിന്റെ അകത്ത് പലരും എന്താ പറയുക വിട്ടുപോകാനുള്ള കാരണം കടം കൊടുക്കുന്നതാണ്. ദയവ് ചെയ്ത് എന്റെ പറ്റിയില്ല എന്നല്ല, നമ്മളും കടം കൊടുത്തിട്ടുണ്ട്. എത്രയോ രൂപ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട്. പക്ഷെ ഇനി അത് വില വെച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇനിയില്ല അങ്ങോട്ടേക്ക് കടം കൊടുക്കൂല എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അന്ന് മുതലാണ് അച്ചീവ്മെന്റത്തേക്ക് ഇതുണ്ടായത്. നമ്മൾ വിചാരിക്കുക എന്റെ മാമന്റെ മോനല്ലേ അല്ലെങ്കിൽ എന്റെ ആപ്പനല്ലേ എന്ന് വെച്ചിട്ടൊക്കെ കടം കൊടുക്കും. പക്ഷെങ്കിൽ നാളെ അവര് മുഖം തിരിഞ്ഞ് നടക്കുന്ന ആ സിറ്റുവേഷൻ ഉണ്ടാവുക. ശരിയാണോ? അത് പലരും ചിരിക്കുന്നൊക്കെ ഉണ്ട്. കടം കൊടുത്തവരെന്നെയായിരിക്കും ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദയവ് ചെയ്തിട്ട് ഒരു രൂപ പോലും നിങ്ങളെ ബന്ധമാണോ എന്ന് വെച്ചിട്ട് നിങ്ങൾ പുറത്തുള്ളവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങളെ ബന്ധത്തിലേക്ക് ഒരു കാരണവശാലും കടം കൊടുക്കാണ്ടിരിക്കും. പുറത്തേക്ക് കടം കൊടുത്താലും കുഴപ്പമില്ല. എന്താ പറയുക, നിങ്ങളെ റിലേഷനിലേക്ക് ആരും ലൈക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, അശോകൻ സാറ് പുതുമയെന്ന് ലൈക്ക് അടിക്കുന്നത് കാരണം വെച്ചാല് ബന്ധങ്ങളിലേക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. മുഖം തിരിഞ്ഞ് നടക്കുന്ന സിറ്റുവേഷനിലൊക്കെ പലരും നിങ്ങളെ കടം എന്താ പറയുക ബന്ധങ്ങൾ തകർക്കുന്നുള്ളതിന്റെ അകത്തൊക്കെ തന്നെ ഉണ്ട്. ബന്ധങ്ങളെ തകർക്കും. ഒരു കാരണവശാലും ഒരു രൂപ പോലും കടം കൊടുക്കാണ്ട് പോവുക. പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്ത എന്താ പറയുക മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഒരു കാരണവശാലും DP പ്രൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് പ്രൈസിൽ സാധനം കൊടുക്കാണ്ട് വെക്കുക. കാരണം അവർക്കുള്ള അംഗീകാരങ്ങളും അവരുടെ അവസരങ്ങളുമാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. അവർക്ക് കൃത്യമായിട്ട് MRP ഏത് ഷോപ്പിൽ നിന്നായാലും നിങ്ങളുടെ സെയിലിലേക്കായാലും ഞാൻ ഒരു കാരണവശാലും ഒരാൾക്കും മെമ്പർഷിപ്പ് റേറ്റ് ഇന്ന ഒരു സാധനം സെയിലിലേക്ക് പോയാൽ തന്നെ കൊടുക്കില്ല. അവർക്ക് നിങ്ങൾ അവർ ചോദിക്കും ഇത്ര പൈസന് കുറഞ്ഞു കിട്ടൂല, കുറച്ച് തരും. ഞാൻ ഒരു കാരണവശാലും എന്റെ അടുത്ത് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പോലും ഇതിനകത്ത് കുറച്ച് തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയും. എന്ന് വെച്ചാല് ഇത് നാളെ സെയിൽ ചെയ്യാൻ പോകുന്നവർക്കും കൂടി അടിയായിരിക്കും. നാളെ ഞാനിപ്പോ അവിടെ എനക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഞാൻ അതിന്റെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല, എനക്ക് വേണമെങ്കിൽ അവിടെ വില കുറച്ച് കൊടുക്കാം. പക്ഷെങ്കിൽ എന്താ പറയുക ഇത് വരുമാന മാർഗമായിട്ട് കണ്ടിട്ട് എത്രയോ പേര് സെയിലിന് പോകുന്നുണ്ട്. നാളെ ഞാൻ പോയ സ്ഥലത്ത് മറ്റൊരാൾ സെയിലിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പറയും ഇന്ന ആള് എനക്ക് ഇത്ര പൈസ ഒക്കെ തന്നത്, നിങ്ങളെങ്ങനെ MRP പ്രൈസിൽ വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒരാളും
അതിന്റെ എന്താ പറയാ മെമ്പർഷിപ്പ് റേറ്റിന് ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാത്ത ഏതൊരു വ്യക്തിക്കും ആ ഒരു പ്രൈസിന്റെ അത് കൊടുക്കാതിരിക്കുക, ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ അത് അവർക്കുള്ള അവസരങ്ങളെ നമ്മൾ ഇല്ലാതാക്കുകയെന്ന്, അവരെ അച്ചീവ്മെന്റിൽ അല്ലെ അവർക്കുള്ള അംഗീകാരങ്ങളും അവർക്കുള്ള ഓരോ ബെനിഫിറ്റും നമ്മൾ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും അത് കൊടുക്കാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു ആരും മാറ്റി വെക്കാണ്ട് വെക്കുക. അതുവെച്ചാൽ എല്ലാ ആർട്സ് ബിസിനസ്സിൽ വരുന്ന എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവരവരെ കഴിവുകളുണ്ട്. കാരണം ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം, ഇന്ന് ഞാനും അമ്മ ഏറ്റവും കൂടുതൽ ആർട്സ് ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല് ഷൈനി അനിരുദ്ധ മേഡം അങ്ങോട്ടല്ലേ. അപ്പോ മേഡത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമായ രീതിയിലാണ്, പക്ഷെ ഇന്ന് കിട്ടുന്ന ഒരു വരുമാനം കൂടി വെച്ച് നോക്കുന്ന സമയത്തേക്ക് കാരണം വലിയൊരു ചേഞ്ച് അതിന്റെ അകത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രമാത്രം ഒന്നുമില്ല, വിദ്യാഭ്യാസം ഇല്ല, 4ാം ക്ലാസ് വിദ്യാഭ്യാസം പറഞ്ഞു വന്നു, ഇന്ന് കിട്ടുന്ന വരുമാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം എന്താ പറയുക അവർ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇതിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്താൽ കിട്ടും എന്നുള്ളത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്ന് പലരും ക്ലാസ്സുകൾ അത് ചിലപ്പോൾ ഈ ഒരു മേഡത്തിന്റെ ക്ലാസ് ആയിരിക്കും അമ്മേനെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ കോഴിക്കോട് സ്വിസ്സാറെ ക്ലാസ് ഇരിക്കുന്ന ഷൈമ മേഡം എന്താ പറയാ അവരെല്ലാം വന്ന ഓരോ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തേക്ക് ശരിക്കും പറഞ്ഞാല് നമുക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ നോക്കിക്കോ, പല എന്താ പറയാ ഇപ്പൊ കാർ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് പറ്റുമോ, ഡ്രൈവിംഗ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറ്റുമെന്ന് ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എന്റെ മുന്നിലേക്ക് എത്രയോ ഏജ് ആയിട്ടുള്ള ഒരാൾ, കുറച്ച് നേരം മുടിയൊക്കെ നരച്ച് ഭയങ്കര പ്രായമുള്ള ഒരാൾ കാർ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ വെച്ച് ഇയാൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഓൾറെഡി എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല, അല്ലെങ്കിൽ ചെയ്യാം. ഇന്ന് ആർട്സ് ബിസിനസ്സിന് നോക്കിക്കോ, മാഡത്തിന്റെ ഒരു ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ, അപ്പൊ ഗിരിജാദേവി മാഡം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നു, സ്റ്റാർ അച്ചീവർ ആണ്. ഏജ് എത്ര നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം ആർട്സിൽ വന്ന എല്ലാവർക്കും ഒരേ ഏജ് ആണ്. ഇതിന്റെ അകത്ത് ഏജിന്റെ അകത്തൊന്നും ഇല്ല എന്നുള്ളത് തെളിയിച്ച ഒരു വ്യക്തിയാണ്. കാരണം ചെറിയ വയസ്സിന്റെ അകത്ത് ചെയ്യുന്ന ഒരു ആർട്സ് ബിസിനസ്, ചെറിയ വയസ്സിന്റെ അകത്ത് ചെയ്ത ഓരോ മെമ്പേഴ്സിന്റെ അകത്തൊക്കെ ഉണ്ട്. 75 വയസ്സുള്ള ഗിരിജാദേവി മാഡം ചെയ്യുന്നത് സ്റ്റാർ അച്ചീവർ ആണ്. മാഡം ചെയ്തത് ആർട്സ് ബിസിനസ് ആണ്. അപ്പൊ ഇതിനകത്ത് പ്രായത്തിന് ഏജ് ഈസ് എ നമ്പർ, യങ് ഈസ് എ ഫീലിംഗ്. പ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രം. പക്ഷെ നിങ്ങളെ ചെയ്യുന്ന കഴിവ് പോലെ ഇരിക്കും ഇതിനകത്തുള്ള എന്താ പറയുക, ഇതിനകത്തുള്ള പ്രവർത്തനം അങ്ങനെ ഇരിക്കും, അതേപോലെ ഇരിക്കും നിങ്ങളെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പരമാവധി നിങ്ങളെ ടീമിനെ ഒത്തുപിടിച്ചുകൊണ്ട് എന്താ പറയുക ആർട്സ് ബിസിനസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആർട്സും സിമ്പിൾ ആണ്, പക്ഷെങ്കിൽ ചെയ്യേണ്ട കടമകൾ ഓരോന്നുണ്ട്. മറ്റുള്ള കമ്പനി പറയുന്ന വന്നാൽ മതി, ചാരി ഇരുന്നാൽ മതി, ലക്ഷങ്ങൾ കിട്ടുന്നൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ആർട്സിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാവും, വന്ന കാലം തൊട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്റെ മാമന ആർട്സ് ബിസിനസിന്റെ അകത്തേക്ക് കൊറോണയുടെ സമയത്ത് അങ്ങ് ബാംഗ്ലൂർ ടൈലറിംഗ് ആയിരുന്നു. ആ സമയത്തേക്ക് നാട്ടിലേക്ക് കൂട്ടി. ഒന്നത് നമുക്ക് ഷോപ്പ് ഉണ്ട്, ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിനെ വേണം, എങ്കിൽ കൂടി അവനെ ഷോപ്പിലേക്ക് നിരന്തരം മീറ്റിംഗുകൾ കേൾക്കുന്നത്, ആർട്സ് ആൻഡ് ബിസിനസിനെ കുറിച്ച് അവസരങ്ങൾ കാണുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ഓൾറെഡി വോളിയം നല്ല രീതിയിൽ അടിയെന്ന് വന്നപ്പോൾ വോളിയം ഒക്കെ നോക്കുന്നത്, മീറ്റിങ്ങുകളും കാണും. ഇപ്പൊ അവിടെ ഇരുത്തം കൊള്ളുന്നില്ല. ഇപ്പൊ മാമി ശരിക്കും ഇപ്പൊ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോണം. ഇപ്പൊ മാമി ഓൾറെഡി പാലക്കാട് ഏകദേശം ഒരു ടീമിനൊക്കെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹലോ, അപ്പോ മാമന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അപ്പൊ മാമനെ ഇവിടെ വിളിക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഷോപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് വിളിച്ചത്, മാമന്റെ ഈ അവസരം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫാക്കി ഇരുത്തിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മാമന് ഇനി ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാമനും വളർച്ചയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഏതൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയാ നമുക്കും വളരാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലേ ഇത്. നിങ്ങൾക്ക് കാണാത്തവർക്ക് അന്ന് കണ്ണ് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മുന്നേ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർട്സ് ബിസിനസ്. മീറ്റിംഗിലേക്ക് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ സോറി, സംസാരിച്ച് ഡ്രൈ ആയി പോയി. ഓക്കെ, പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങളെ എന്താ പറയാ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, പിന്നെ പ്രൊഡക്റ്റുകൾ കൊടുത്തെടുക്കാൻ നല്ല റിസൾട്ടുകളുണ്ട്. കാരണം വെച്ചാൽ നിനക്ക് ഞാൻ നല്ല രീതിയിൽ ഞാൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പറയുന്നത്, അവർ അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബോഡി സ്കാനിങ്ങിന് പോയ സമയത്ത് ഒരു ലേഡി വാദത്തിന്റെ പ്രശ്നം കൊണ്ട് നടന്നു വരുന്നതുകൊണ്ട് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മുട്ടൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, മേഡം നടന്ന് നിൽക്കുക, ഒരു മിനിറ്റ് നടക്കല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞൊരു മേഡത്തിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു, നടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്ത് ഇപ്പൊ അത്രയാണ്, ഒരു 2 ആഴ്ചയായിട്ടാണല്ലോ നമ്മളെ സഞ്ജീവനി പ്ലസ് ലേഹ്യം, തവിടെണ്ണ, ഗാമറൈസ്റ്റോൾ ഒക്കെ കൊടുത്തു. കൃത്യമായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ബോഡി സ്കാൻ ചെയ്തിട്ട് കൊടുത്തു. സ്കാൻ ചെയ്ത് കൊടുത്തതിന് ഉപരി ഇന്ന് കഴിഞ്ഞ ദിവസം, ഇപ്പൊ 2 ദിവസം മുന്നേ, ഇന്നലെ അവര് വിളിച്ചിട്ട് പറയുന്നത്, സാറേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് കഴിച്ചിട്ട് നോക്കുമ്പോൾ നടക്കാൻ പറ്റാത്ത ഞാൻ എത്രയോ മേരിയിൽ ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു വീട്ടിലേക്ക് കയറിപ്പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ആടുന്ന ഞാൻ ഇന്ന് കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തതിന്റെ റിസൾട്ട്, പക്ഷെങ്കിൽ അദ്ദേഹം വിളിച്ച സമയത്ത് ഹലോ ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ വിളിച്ചേ.
ഡോക്ടർ ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇവിടുന്ന് അമ്മയൊക്കെ ചിരി. കാരണം ഇതിന്റെ അകത്തൊക്കെ എത്തിയിട്ട് എന്താ പറയാ, ഡോക്ടർ എന്നൊക്കെ വിളിക്കണമെന്ന്. പക്ഷെങ്കിൽ അവര് പറയുന്നത് കാരണം അവർക്കുള്ളൊരു മാറ്റം കണ്ടോണം. കാരണം അവരെ ഉള്ളിൽ എന്താണ്, ഡോക്ടർ വേണം ഒരു അസുഖത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അവർക്കുള്ള നല്ല ഭക്ഷണം കൊടുത്തു അവർ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോ നിന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റ് നമ്മൾ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പലരും പറയുന്നത് എന്നാ മരുന്നാണ്, ആർസിമിന്റെ മരുന്ന് കഴിച്ചിട്ട് മാറ്റം വന്നു. ശരിയല്ലേ? ആർസിമിന്റെ മരുന്ന് കഴിച്ചിട്ട് മാറ്റം വന്നെന്ന് പറയുന്നവരെ പലരും. കാരണം അവർക്ക് മാറ്റം വന്നത് കൊണ്ടല്ല, അതിന്റെ അകത്തുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് പലരും പറയുന്നത്. എന്റെ ടീമിൽ ഒരു മിനി മേഡം ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് മീറ്റിംഗിൽ ഉണ്ട് മേഡം. നടന്ന് ആദ്യം വേദന കൊണ്ട് വന്നൊരു മേഡമായിരുന്നു. ഇരുന്നെടുത്ത് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു മേഡം. ഇപ്പൊ ആർസിമിന്റെ BJ സപ്ലിമെന്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് ഓട്ടം ഏതൊരു ഈഴപ്പോയാലും വയനാടൊക്കെ പോയ സമയത്തേക്ക് അവിടെ ഒരു വലിയൊരു വയല് കണ്ട് അതിലെ കൂടി ഓടുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, BJ കഴിച്ചിട്ടാ മാറിയെന്നുള്ള പുതിയൊരു മെമ്പറോട് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളെ ബിസിനസിന് വേണ്ടിയിട്ട് പറയുന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ മിനിയുടെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അന്ന് ഈ കരയുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെക്കാറായിരുന്നു, എന്നാൽ എനിക്ക് ഇന്ന് ഒരാളെ കാണിച്ചുകൂടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. ഹലോ. അപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതാണ് സത്യത്തിനെ കുറച്ച് സത്യം കറങ്ങി വരാൻ, അല്ലെങ്കിൽ കുറച്ച് വളർന്നു വരാൻ കുറച്ച് താമസം എടുക്കും. തെറ്റായ പ്രചരണങ്ങളും നെഗറ്റീവുകളും വളർത്തിയെടുക്കാൻ ഇന്ന് പെട്ടെന്ന് വരും. അതാണ് ഇന്ന് പല ബിസിനസ്സുകളും പെട്ടെന്ന് വരുന്നതും നമ്മളെക്കാട്ടും മുന്നേ പോകുന്നതും കാണാം, അതേപോലെ തന്നെ സ്പോട്ടിൽ തിരിച്ചു പോകുന്നതും കാണാം. അപ്പൊ അതിനെപ്പറ്റി അത് കണ്ടിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നമ്മളെ ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ ഹൈ ലെവലിൽ വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും 1 മണിക്കൂർ സെഷൻ എനിക്ക് തന്നിട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കുറെ പേരോട് വീഡിയോ ഓണാക്കാൻ വേണ്ടി പറ്റി. കൂടുതൽ പേര് വീഡിയോ ഓണാക്കി ഇരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ടാർഗറ്റ് ചെയ്തവരാണെങ്കിൽ കൊച്ചി അച്ചീവ്മെന്റ് ഒരു രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പല പല പ്ലാറ്റ്ഫോമുകളിലാക്കി തീർച്ചയായും നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. കൂടുതൽ ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്തായാലും ഇവരൊക്കെ കണ്ടതിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ കണ്ടതിലും ഒരുപാട് സന്തോഷം. കീസോളം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആർട്സും ബിസിനസിനെ നെഞ്ചോട് ചേർത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇതൊട്ടും വിട്ടുപോയി. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആർട്സും ബിസിനസ് ചെയ്യും. അപ്പൊ പരമാവധി എല്ലാവരും ഏറ്റെടുത്തോ. കാരണം ഇനി വരുന്ന ജനറേഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, പഠിച്ചു വരുന്ന ഓരോ വിദ്യാർത്ഥികളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ ക്വാളിറ്റി മാറും, ബിസിനസ് ഹൈ ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് ചേർന്നവർക്ക്, മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതിന്റേതായ മെച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്തോ, സീരിയസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കമ്പനി തരും. കമ്പനി തീർച്ചയായിട്ടും ചെയ്യുന്നവർക്ക്, പണിയെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കമ്പനി അറിഞ്ഞ് വരുമാനം തരുന്ന സിസ്റ്റത്തിലേക്കും പ്ലാനിലേക്കും കമ്പനി മാറിയിട്ടുണ്ട്. മന്ത്ലി ബോണസ്, ഏർലി ബോണസ് വെറുതെ തരുന്നതല്ല, പണിയെടുക്കുന്നവർക്ക് അതിന്റേതായ മൂല്യം കൊടുക്കുന്നതാണ് ഈ മന്ത്ലി ബോണസ്, ഏർലി ബോണസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ട് നല്ല നല്ല വിജയങ്ങൾ എല്ലാവർക്കും കാഴ്ചവെക്കാൻ വേണ്ടി പറ്റട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ല നല്ല വിജയാശംസകൾ നേരുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ജയ് ആർസിൻ, ഗുഡ് ആർട്സ്.